എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ചാനും ടിന്നും കൂടെ ടോണിന്റെ ഫ്രണ്ടുള്ള സ്ഥലത്തേക്ക് പോവാണ് ആ ഒരു പാവ മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ചാനാണെങ്കിൽ ടിന്നിനെ ഒരുമാതിരിയാണ് നോക്കുന്നത്. ടിന്നാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് ഇരിക്കുന്നത്. 3 മണിക്കൂറായിട്ട് നീ ഓടിക്കല്ലേ, മടുത്തിട്ടുണ്ടാവൂലേ, ഞാൻ കുറച്ചു നേരം ഡ്രൈവ് ചെയ്യട്ടേന്ന് ചാൻ ചോദിക്കാണ്. വേണ്ടെന്ന് ടിന്ന്. ഇതിനെങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാണ്ടാണ് പാവ നമ്മുടെ ചാൻ ഇരിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം റോസും ചാനും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചാൻ ടിന്നിന്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റോസ് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളില്ലാതെ നീ പോകുന്ന ഉറപ്പാണോ, ഞങ്ങളും കൂടെ വരണോ, ചിലപ്പോ നിന്റെ എക്സിനെ അവിടെ നിന്ന് കണ്ടേക്കാം. അപ്പൊ ചാനാണെങ്കിൽ പറയുന്നത്, ഏത് എക്സ്, അവൻ എന്റെ ബോയ് ഫ്രണ്ട് എന്നായിരുന്നില്ല, ഞങ്ങൾ ഒന്നിച്ചൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ കേട്ടാലും മതി, 1 വർഷത്തോളം നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരുപാടായിട്ട് അറിയുകയും ചെയ്യാം. അവനാണെങ്കിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പോരാത്തന്നെ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു നൈറ്റാണ് നിനക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളതെന്ന്, ഒരു ക്രേസി നൈറ്റ്. ഇനിയും നിങ്ങൾ കണ്ടാല് പിന്നെ ലവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പോരാത്തേന് ഇനിയും ഒരു ക്രേസി നൈറ്റ് അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള നൈറ്റും കൂടെ കിട്ടിയേക്കാം എന്നൊക്കെയാണ് റോസ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവളിങ്ങനെ ബോയ് ഫ്രണ്ടിനെ ആ ഒരു ക്രേസി നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ടിന്നങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ച മായ ഇവളെ മാറ്റി നിർത്തുകയാണ്. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചാനാണെങ്കിൽ പേടിച്ചോണ്ടാണ് നോക്കുന്നത് പോലും. ടിന്നാണെങ്കിൽ ഭയങ്കര കലിപ്പായിട്ട് ചാനെ നോക്കിക്കുവാണ്. ചാനാണെങ്കിൽ അയ്യോ എല്ലാം കയ്യിന്ന് പോയല്ലോ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് കേട്ട് ഭയങ്കര ജലസ് ആയിട്ടാണ് ടിൻ ഇരിക്കുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലേലും രണ്ടുപേർക്കും അറിയാലോ ടിന്ന ദേഷ്യത്തിലാണ് എന്ന് ചാനിന് വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യും. ചാനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ശരിയാക്കണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു ചിരം പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് പാട്ട് വെക്കാണ്. നോക്കുമ്പോ അതാണെങ്കില് ഞാനും അവനും എപ്പോഴാണ് വീണ്ടും പ്രണയത്തിലാവാന്ന് പറയുന്ന ഒരു ലിറിക്സ് ഉള്ള ഒരു സോങ് ആണ്. അതും കൂടെ ആവുമ്പോ പിന്നെ പറയാ വേണ്ടല്ലോ. ഇതും കൂടെ ആവുമ്പം ചാനും തൃപ്തിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലം കാണുമ്പം മുന്നേ നടന്ന ആ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള അവന്റെ മെമ്മറി ആലോചിച്ച് നോക്കാണ്. ആ വില്ലേജിലെ ആൾക്കാരും ചാനും ചാനിന്റെ അമ്മയും ഒക്കെ നടന്നു വന്നു ഭയങ്കര ഹാപ്പി ആയിട്ട്. ചാന്റെ തോളില് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ആ ഒരു വിഷ്വല് അവൻ ആലോചിച്ച് നോക്കാണ്. ഒരുമാതിരി ചാനിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ടിന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ആകെപ്പാട് ഒരുമാതിരി നെർവസ് ആയിട്ട് വല്ലാത്തൊരു രീതിക്കാണ് ചാൻ ഇരിക്കുന്നത്. ഇവരെ റൂമിൽ എത്തിയിട്ടാണെങ്കിലും അപ്പോഴും ചാൻ ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരുമാതിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ടിന് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ് ചാൻ പറയുന്നത്. ഉറപ്പാണോന്ന് ടിന്ന്. എന്തേ നിനക്ക് എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയോന്ന് ചോദിക്കുമ്പം അതിന് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേന്ന് ടിന്ന്. രാവിലെ ജലസായ കാര്യം പറയുമ്പം അതിന് നിന്റെ അടുത്ത് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ജലസാവാനോ മാത്രമുള്ള റൈറ്റ്സ് ഒന്നും എനിക്കില്ലല്ലോ എന്ന് ടിന്ന് പറയാണ്. അതിനുള്ള റൈറ്റ് വേണോന്ന് ചാനും. ജലസാവാനും ദേഷ്യം തോന്നാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പയ്യന്മാരാണെങ്കിൽ പറയാതെ തന്നെ ബോയ് ഫ്രണ്ട്സ് ആയി എന്ന് സാരം. ഇത് കേട്ടിട്ട് ടിന്നു ഒന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട്. ചാനാണെങ്കിൽ അതിനപ്പുറം ഇവിടെ അപ്പുറത്ത് തന്നെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, രണ്ടുപേർക്കും കൂടെ അവിടെ പോയി താമസിച്ചാൽ പോരേന്ന് ടിന്നു ചോദിക്കുന്ന സമയത്ത് അത് വേണ്ട, അവിടെ കസിനോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൾമോസ്റ്റ് ഇല്ലീഗൽ ആണ് എന്ന് ചാന്. അതായത് ചില ബിസിനസ്സുകാര് പുറമെ ലീഗലായിട്ട് കാണിക്കുമെങ്കിലും ഉള്ളിലത് ഇല്ലീഗൽ ആയിരിക്കും. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ചാൻ പറയുന്നത്. ചാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഉള്ളിൽ എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെയാണ്. അതായത് അവന്റെ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന എന്തോ ഒരു കാര്യം, ഒരു വിഷം അവന്റെ കണ്ണിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ തത്തേപ്പ് എങ്ങോട്ടേക്കോ പോകുന്ന സമയത്ത് നമ്മുടെ താന്തായിന്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയാണ്. താന്തായി കുറെ ആയിട്ട് എനിക്കിവിടെ നിക്കാൻ വയ്യ, എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനം എടുത്ത് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ഒളിച്ചൊളിച്ചാണല്ലോ പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് രണ്ടുപേരുടെ മുന്നിൽ പെടുന്നുണ്ട്. അങ്ങനെ അവരെ അടിച്ചിട്ട് ഒരു വിധത്തിൽ അവര് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. പുറകെ തന്നെ അവരും വരുന്നു. പക്ഷെ ഇവർ രണ്ടും കൂടെ ഒരു വണ്ടിയിൽ കയറി എസ്കേപ്പ് ആവാണ്. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, താന്തായാണ് ടോണിനെ കൊന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവനെ തന്നെ ഒരു ബേബിനെ പോലെയാണ് തോന്നുന്നത്. അവൻ പോയിട്ട് ഒരാളെ കൊന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും രണ്ടുപേരും കൂടെ തത്തേപ്പിന്റെ ആൾക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഒരു ബസ്സിലേക്കും കയറുന്നുണ്ട്. ഈ സമയത്ത് തീ ഒരു കാര്യം ആലോചിച്ച് നോക്കാണ്. അവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തത്തേപ്പ് അപ്പോഴും ഈ ഫുഡൊക്കെ അനാഥ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ ചെയ്യുന്ന പോലെ, അതേപോലെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്ത് കഴിയുന്ന സമയത്ത് അവിടെ വലിയ ഒരാളും കൂടെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചോളാൻ പറയുന്നുണ്ട്.
ഇങ്ങനെ പണ്ടേ തന്നെ ഒരു MP ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാണല്ലോ, അപ്പൊ നല്ല പേരൊക്കെ വേണ്ടേ. അങ്ങനെ എന്തായാലും ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടി തീയും ഈ കൂട്ടത്തിൽ നിന്നാണ് ഫുഡ് മേടിച്ചുകൊണ്ട് പോയത്. തീയും ഭയങ്കര വിശന്ന് അത് കഴിക്കാൻ വരുന്ന സമയത്ത് 2-3 പിള്ളേര് വന്ന് അവന്റെ അടുത്ത് നിന്ന് ബലപ്രയോഗത്തിലൂടെ ആ ഒരു ഫുഡ് മേടിച്ചുകൊണ്ട് പോവാണ്. ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തീ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നാമത് കുറച്ച് ബലം കൂടുതലുള്ളവരാണ്, പോരാത്തതിന് ആൾക്കാരും കൂടുതലുണ്ട്. അവനെയും തള്ളിയിട്ട് ആ ഒരു ഫുഡ് മേടിച്ച് അവര് പോവാണ് ചെയ്യുന്നത്. ഇവൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് അവിടെ നിലത്ത് കിടക്കുന്ന കുറച്ച് ഫുഡ് ഉണ്ട് അതെടുത്ത് കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്ന് തീക്ക് ഫുഡ് കൊടുക്കുകയാണ്. തീക്ക് ഫുഡ് കൊടുത്തത് താന്തായാണ്. ഇവര് തമ്മിലുള്ള ബോണ്ടിങ് അവിടെ നിന്നാണ് തുടങ്ങുന്നതും. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത്രയ്ക്ക് നല്ലൊരു കുട്ടിയാണ് താന്തായി. തീ ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് താന്തായി തീന്റെ തോളില് തല വെച്ചാണ് കിടക്കുന്നത്. ഭയങ്കര സ്നേഹത്തോടെ അവന്റെ മുടിയൊക്കെ ഒതുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ ചാനും ടിന്നും കൂടെ ഒരു സ്കൂട്ടി റെന്റിന് എടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ സ്കൂട്ടി കയറി ഇരിക്കുന്നു. ടിന്നിനെ ഒരുമാതിരി അള്ളിപ്പിടിച്ച് ഭയങ്കര ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനിരിക്കുന്നത്. എടാ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കാതെ എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ലെന്ന് ടിന്ന്. എനിക്ക് ഭയങ്കര പേടിയാണെന്ന് ചാനും. ലേശൊന്ന് ലൂസാക്കാൻ പറയുന്നുണ്ടെങ്കിലും എവിടെ കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് പിടിച്ചാണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നതും. ചാനങ്ങനെ പേടിച്ചിരിക്കുന്നതാണ്. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സീനാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ടിന്നാണെങ്കിൽ ഒന്നാമത് ചാന കുറച്ച് പേടിയാണല്ലോ, അതുകൊണ്ട് ഒന്ന് വളച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പാവം ചക്കൻ പേടിച്ച് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ടോണിന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോയൊക്കെ കാണിച്ച് ഇവരെ കണ്ടോന്ന് ചോദിച്ചു നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ആ കടയും കണ്ടുപിടിക്കുന്നു. പക്ഷെ 3 ദിവസമായിട്ട് ടോണിന്റെ ഫ്രണ്ടും അവളുടെ ആന്റിയും നടത്തുന്ന കട ക്ലോസ്ഡ് ആണ്. അടുത്ത ദിവസം ഒന്നും കൂടെ വന്ന് നോക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് കറങ്ങാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടിന്ന് വരുന്നത്. പക്ഷെ ചാനാണെങ്കിൽ അവിടെ ഒരു സംഭവം വെക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് പോലത്തെ എന്തൊരു സംഭവം. അത് നോക്കി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് നിൽക്കുവാണ്. പണ്ട് അവന്റെ അമ്മയ്ക്കും അവനുമായിട്ട് ആ നാട്ടിലെ ആൾക്കാര് ഇങ്ങനത്തെ സാധനങ്ങള് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതൊക്കെയാണ് ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കുന്നത്. ടിന്ന് വന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, ജസ്റ്റ് ഒരു കാര്യം ഓർത്താണ് എന്ന് ചാന്. നിനക്കിത് ഇഷ്ടപ്പെട്ടോ, മേടിച്ചിരട്ടീന്ന് ടിന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. അതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂം പൂട്ടിരാന്ന് പറഞ്ഞ് ചാൻ അവിടുന്ന് പോന്നു. ടിന്ന് നോക്കുമ്പം അവിടെ ഒരാള് ഗിറ്റാർ വായിക്കുന്നുണ്ട്, പാട്ട് പാടിക്കൊണ്ട്. നല്ല രസമുണ്ടത് കേൾക്കാൻ വേണ്ടിയിട്ട്. ടിന്നാണെങ്കിൽ അത് നോക്കിയിട്ട് പ്രത്യേക രീതിക്ക് ഒന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചാന് ബാത്റൂം പോയിട്ട് ടിന്നിനെ അന്വേഷിച്ചാണ് വന്നു കൊടുക്കുന്നത്. നോക്കുമ്പോ അവിടെ ഭയങ്കര ഒരു ആൾക്കൂട്ടം കാണുന്നു. എന്തോ സംഭവം നോക്കിയിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു കുട്ടി വന്നിട്ട് അവന്റെ അടുത്തൊരു പൂ കൊടുക്കുവാണ്. അത് കൊടുത്തു വിട്ടത് നമ്മുടെ ടിന്നായിരിക്കണമല്ലോ. ആള് ആ ഗിറ്റാറും പിടിച്ച് നിൽക്കുവാണ്. ചാനും ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കിയിരിക്കുന്നു. ടിന്ന് പാട്ട് പാടുവാണ്. നീ എന്റെ അടുത്ത് ആ ഒരു ഫ്ലവർ സ്വീകരിക്കുവോ? നിന്നെക്കുറിച്ച് ഞാൻ വറീഡാണ്. നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മാരേജിനെ കുറിച്ചും ലൈഫ് പാർട്ട്ണർ ആയിരിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങളാണ് ആ ഒരു പാട്ടില് ഉള്ളത്. ആ ഒരു ഫ്ലവേഴ്സ് സ്വീകരിക്കോന്നൊക്കെയുള്ള ആ ഒരു പാട്ട് ടിന്ന് പാടുന്ന സമയത്ത് നമ്മുടെ ചാനാണെങ്കിൽ അതിന്റെ ഹാപ്പി ആയിട്ടാണ് അത് കേട്ടോണ്ടിരിക്കുന്നത്. ആൾക്ക് കുറച്ച് ഷൈ ഒക്കെ ആവുന്നുണ്ട്. ഫ്ലവേഴ്സ് ഇങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് ചാനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു ഫ്ലവേഴ്സ് എടുത്ത് ടിന്നിന്റെ ചെവിയിലേക്ക് വെച്ചെടുക്കാണ്. അങ്ങനെ പേയ്മെന്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചു വരുന്ന സമയത്ത് ഇവരാരോ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ചാനും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കുമ്പം ആരെയും കാണുന്നില്ല. ഇവിടെ ചാന്റെ അസിസ്റ്റന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണോർക്കുന്നുണ്ട്. അവനെ കാണാൻ വേണ്ടിയിട്ട് തത്തേപ്പ് വരുന്നുണ്ട്. ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചേന് അങ്ങേര സോറ് പറയുമ്പം തത്തേപ്പാണെങ്കിൽ ഇത്രയും മണ്ടനായ അത് ഇത്രയും ചെലവ് അങ്ങേർക്ക് ഉണ്ടാക്കി കൊടുത്ത ചാന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് നന്നായിട്ട് വഴക്കുറയാണ് ചെയ്യുന്നത്. ഇനി തന്റെ ഒരു സഹായവും വേണ്ടെന്നുള്ള രീതിക്ക് ചാൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ചാന്റെ അസിസ്റ്റന്റ് പറയുന്നുണ്ടെങ്കിലും ഇനി ഇയാളെ പോലെ ഒരാളുടെ ഹെൽപ്പ് വേണ്ടെന്ന് തന്നെയാണ് തത്തേപ്പ് തീർത്തു പറയുന്നത്. നൈസായിട്ട് അങ്ങ് തേച്ചിട്ട് പോവാണെന്ന് സാരം. പക്ഷെ എന്നിട്ടും ഇങ്ങേർക്ക് തത്തേപ്പിന്റെ അടുത്തല്ല ദേഷ്യം വരുന്നത് നമ്മുടെ ചാനിന്റെ അടുത്താണ്. ചാന്റെ അസിസ്റ്റന്റ് വിളിക്കുവാണെങ്കിൽ കോൾ എടുക്കൊന്നും വേണ്ടെന്ന് തത്തേപ്പ് അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ താന്തായിനെ കണ്ടുപിടിച്ചോന്നും ചോദിക്കുന്നുണ്ട്. ഇതുവരേക്കും താന്തായി അവന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്ന് അസിസ്റ്റന്റും. എപ്പോ നോക്കിയാലും ഇവർ എനിക്ക് ഓരോ പ്രശ്നങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എന്താണ് എന്തോ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അവനെ വല്ലതും കണ്ടു കിട്ടിയാല് കാലൊടിച്ചിടുന്നും പറഞ്ഞുകൊണ്ടാണ് തത്തേപ്പ് വെക്കുന്നത്. ഇങ്ങനെ അതല്ല അതിനപ്പുറവും ചെയ്യും. ഇവിടെ നമ്മുടെ താന്തായിയും
തീയും കൂടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. തീ താന്തായിന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ അത് ഒരുമിച്ച് നോക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് അത് നോക്കുന്നതിന്റെ ഇടയ്ക്ക് രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് ഉടക്കുന്നുണ്ട്. സമയത്ത് രണ്ടുപേർക്കൊരു സ്പാർക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. താന്തായിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തത്തേപ്പ് ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കും. എന്റെ അടുത്ത് പൈസയുണ്ട്, അതുകൊണ്ട് അത് യൂസ് ചെയ്യാന്ന് തീ പറയാണ്. ഓക്കേന്ന് താന്തായും. അങ്ങനെ ഇവരകത്ത് പോയിട്ട് തീ 2 റൂമിന് പറയുമ്പം വേണ്ട, 1 റൂം മതിന്ന് താന്തായി. വെറുതെ തീന്റെ പൈസ കളയണ്ടെന്ന്. ശരി ഓക്കേന്ന് തീയും. അങ്ങനെ നൈറ്റ് തീ താഴെയും താന്തായി മേലെ കട്ടിലാണ് കിടക്കുന്നത്. താന്തായി തീന്റെ അടുത്ത് പറയുന്നുണ്ട് മേലെ വന്ന് കടക്കാൻ. പക്ഷെ വേണ്ടെന്നും പറഞ്ഞ് തീ താഴെ തന്നെ കിടക്കുവാണ്. ഇതിന് ഇങ്ങനെ വിളിച്ചാ വരത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് താഴെ നല്ല തണുപ്പാണ്. അവിടെ കിടന്നിട്ടുണ്ടേല് പനി വരും. അവസാനം ഞാൻ തന്നെ നോക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് പറയുന്നത് മേലെ വന്ന് കിടക്കുമെന്ന് താന്തായി പറയാണ്. അങ്ങനെ തീയും മേലെ വന്ന് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് താന്തായി തീന്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി എന്നെ യങ് മാസ്റ്റർ എന്ന് വിളിക്കണ്ടെന്ന്. എപ്പോഴും തീ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. അത് കേൾക്കുമ്പം ഇവര് രണ്ടുപേരും വെവ്വേറെ സ്റ്റാറ്റസിലുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തീന്റെ ബോസായിട്ടോ അല്ലെങ്കിൽ യങ് മാസ്റ്റർ ആയിട്ടോ ഇരിക്കാൻ തന്തയ്ക്ക് താല്പര്യമില്ല. ജസ്റ്റ് അവനായിട്ട് തന്നെ ഇരിക്കണം. പ്രത്യേകിച്ചും തത്തേപ്പിന്റെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ. ശരി ഓക്കേന്ന് തീയും സമ്മതിക്കുന്നുണ്ട്. ഇനി മുതല് ടാന്ന് വിളിക്കാന്ന്. അതെനിക്ക് ശീലമായില്ലെന്ന് താന്തായി പറയുന്ന സമയത്ത് എന്നാ പിന്നെ പഴയതുപോലെ യങ് മാസ്റ്റർ തന്നെ വിളിക്കാന്ന് തീയ്. വേണ്ട വേണ്ട താൻ തന്നെ മതി, അതാ നല്ലത് എന്ന് താന്തായി. ശരി ഓക്കേന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കിടക്കുവാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ റൊമാൻസോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ലെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ടിന്നും ചാനും കൂടെ വീണ്ടും ടോണിന്റെ ഫ്രണ്ടിന്റെ ആ ഒരു കടയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും കട ക്ലോസ്ഡ് ആണ്. വിഷമിച്ച് ശരി നാളെ വരാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ടോണിന്റെ ഫ്രണ്ടും അവളുടെ ആന്റിയും കൂടെ വരുന്നത്. അങ്ങനെ ഇവര് അവരുടെ സ്ഥലത്തേക്ക് പോന്നു. അവിടെ നിന്ന് ആ കൊച്ച് ആ ഒരു പാവേനെ കൊടുക്കുന്നുണ്ട്. ആ പാവ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ അത് ഇപ്പം കേടായിപ്പോയി. ടിന്ന വറീഡായിട്ടിരിക്കുന്ന കണ്ടിട്ട് നമുക്കത് ശരിയാക്കാന്ന് ചാൻ പറയുന്നുണ്ട്. പക്ഷെ ടിന്നാണെങ്കിൽ ടോണിന്റെ കൂടെയുള്ള മെമ്മറീസ് ഒക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ചാനാണ് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് ടിന്ന് ചാനിന്റെ അടുത്ത് താങ്ക്സ് പറയാണ് എല്ലാത്തിനുമായിട്ട്. ഇപ്പൊ ഈ ഒരു എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാൻ ഇല്ലായിരുന്നെങ്കിൽ ടിന്നിനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. നിന്നെ ഞാൻ ഒരുപാട് മുന്നേ തന്നെ കണ്ടതായിരുന്നു. നിന്നെ കണ്ടതില് ഞാൻ എന്തായാലും ലക്കിയാണെന്ന് ടിന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ആകെപ്പെടെ ഷൈ ആയിട്ട് നിൽക്കുമ്പോഴാണ് അവന്റെ കയ്യിലുള്ള ആ ഒരു പപ്പയുള്ള ബാഗ് ആരോ എടുത്തോണ്ട് പോകുന്നത്. അതിലല്ലേ എവിഡൻസ് ഉള്ളത്. ഇവരും ആകെപ്പെടെ പേടിച്ച് അയാളുടെ പുറകെ പോന്നു. പക്ഷെ അത് തത്തേപ്പിന്റെ ആളൊന്നല്ല, ഒരു പിച്ചക്കാരനാണ്. എന്തേലും തിന്നാനുണ്ടാവുന്ന വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു ബാഗ് എടുത്തിട്ട് വന്നത്. നോക്കുമ്പം അതിലൊന്നും കാണുന്നില്ല. ആ സമയത്താണ് ടിന്ന അങ്ങോട്ടേക്ക് വരുന്നത്. അത് തരാൻ പറയുമ്പം ഇയാളാണെങ്കിൽ പേടിച്ചിട്ടാണോ എന്തോ അത് ഒളിപ്പിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പേക്ക് അങ്ങോട്ടേക്ക് ചാന് വരുന്നുണ്ട്. ഇവരാണെങ്കിൽ അയാളെ കണ്ടിട്ട് ആകപ്പെടെ സ്റ്റണ്ണായിട്ട് ചീഫ് എന്ന് വിളിക്കുന്നുണ്ട്. ചാനാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നു. അതായത് അവൻ ഈ ഒരു വില്ലേജിലേക്ക് വന്നത് ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അത് ഇവർക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ആ സമയത്ത് ഈ ചീഫ് ഭയങ്കര കാര്യമായിട്ടാണ് അവനെ വരവേറ്റതൊക്കെ. ഇതും ആലോചിച്ച് ചാൻ നിൽക്കുന്ന സമയത്ത് ചീഫ് ആണെങ്കിൽ ഇവന്റെ അടുത്ത് അടുത്തേക്ക് വരരുത്, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. ചാനാണെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോന്ന് ചോദിച്ച് ഒരുമാതിരി രീതിക്കാണ് സ്മൈൽ ചെയ്തോണ്ടിരിക്കുന്നത്. പാവം നമ്മുടെ ടിന്നിനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല താനും. ഇവിടെ നമ്മുടെ താന്തായി ആണെങ്കിൽ മരത്തിന്റെ മേലെ ഒരു പൂച്ചക്കുട്ടി നിൽക്കുന്നുണ്ട്. അതിനെ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാണ്. ഇവിടെ താഴെ നിന്നിട്ട് നമ്മുടെ തീ പറയുന്നുണ്ട് മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വാ, അല്ലെങ്കിൽ വീഴൂന്ന്. എവിടെ കേൾക്കുന്നു. സാരമില്ല, ഞാൻ വീഴത്തൊന്നുമില്ല, ഇതിനെ താഴെ ഇറക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അവനവിടെ നിൽക്കുന്നത്. പക്ഷെ തീ പറഞ്ഞതുപോലെ തന്നെ താഴെ വീഴുവാണ്. അങ്ങനെ താന്തായിനെ പിഗ്ഗി ബാഗായിട്ട് എടുത്തോണ്ടിരുന്ന സമയത്ത് ഞാൻ വീണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താന്തായി വീരുന്നത് തന്നെ. അതേപോലെ തന്നെ തീന്റെ അടുത്ത് എന്നെ താഴെ ഇറക്കി വിട്ടോളാനും പറയുന്നുണ്ട്. നടക്കാൻ പറ്റും, വെറുതെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണ്ട, ബുദ്ധിമുട്ടായാലോ എന്നുള്ള രീതിക്ക്. ഞാൻ നിന്നെ എപ്പോഴും എടുക്കുന്നതല്ലേ, എനിക്ക് എന്താ കുഴപ്പമൊന്നും ഇല്ലെന്ന് തീയ എന്നെ എടുക്കാറുണ്ടെന്നോ എപ്പോഴാണെന്ന് താന്തായി ചോദിക്കാണ്. എന്ന് നീ കുടിക്കുന്ന ദിവസം ഞാനാണ് നിന്നെ എടുത്തോണ്ട് പോവാറെന്ന് തീ പറയുമ്പോ അതെനിക്ക് ഓർമ്മയില്ല. സാധാരണയായിട്ട് ഞാൻ കുടിക്കാറുള്ളത് എന്തെങ്കിലും മറക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ ഇപ്പം എനിക്കിത് ഓർത്ത് വെക്കണം എന്നറിയാണ്, അതും എന്നേക്കുമായിട്ട്. താന്തായ എന്താണ് ഇതും കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായതുകൊണ്ടാണോ എന്തോ
ചിരിച്ചോണ്ടാണ് വരുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇവിടെ ചാനിന്റെ അടുത്തേക്ക് ടിന്ന് ഭയങ്കര സൈലന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ചാൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്റെ അടുത്ത് ഒന്നും ചോദിക്കുന്നില്ലേന്ന്. നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല, പറയാൻ നീ തയ്യാറാണെങ്കിൽ കേൾക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ടിന്ന്. അങ്ങനെ ചാൻ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഇവരിപ്പോ താമസിക്കുന്ന ഈ ഒരു സ്ഥലം ആദ്യം ഒരു വില്ലേജ് ആയിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ക്യാപിറ്റലിസ്റ്റുകളുടെ കൂടെ കൂടിയിട്ട് ഈ ഒരു വില്ലേജ് മാറ്റി ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹം അല്ലെങ്കിൽ ഒരു റിസോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അവര് തീരുമാനിച്ചു. അതും ആ വില്ലേജില് താമസിച്ചിരുന്ന ജനങ്ങളെ അവിടുന്ന് പുറത്താക്കിക്കൊണ്ട്, ഏകദേശം കാന്താര എന്ന മൂവിയില് നടക്കുന്ന പോലെ. ജനങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ചാനായിരുന്നു. ആ ക്യാപിറ്റലിസ്റ്റ് ഇവരുടെ വില്ലേജിലേക്ക് വരുന്ന സമയത്ത് ചാൻ പറയുന്നുണ്ട്, അവര് വിചാരിക്കുന്ന പോലെ ഇവിടെയുള്ള ജനങ്ങള് എങ്ങോട്ടും പോകത്തില്ലെന്ന്. അത് മാത്രല്ല പോലീസും കൂടെ ഇവരുടെ കൂടെ കൂടിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവരാണെങ്കിൽ ഈ ഒരു സ്ഥലം ഡെവലപ്ഡ് ആക്കുന്നതാണ് നല്ലത്, നിങ്ങൾ ഇവിടെ താമസിക്കുന്നതും കൊണ്ട് എല്ലാവർക്കും നഷ്ടമാണ് വരുന്നത് എന്നൊക്കെ പറയുന്നതും കൂടാണ്ട് ചാനിനെ വിലക്കെടുക്കാൻ നോക്കുവാണ്. ഇന്ന് ടിൻ എങ്ങനെയാണോ തത്തയിപ്പിന്റെ അടുത്തുനിന്ന് പണം മേടിക്കാണ്ട് നീതിക്ക് വേണ്ടി നിൽക്കുന്നത്, അതേപോലെ തന്നെ ചാനും അന്ന് അങ്ങനെയായിരുന്നു. നീതിയാണ് തനിക്ക് വേണ്ടതെന്നും പണമല്ലെന്നും അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണം കൊണ്ട് എന്നെ വിലക്കെടുക്കാൻ പറ്റില്ലെന്ന്. ജനങ്ങളും ചാന്റെ കൂടെ തന്നെയാണ് നിന്നത്. നമ്മള് നേരത്തെ കണ്ട ചീഫിന്റെ അടുത്ത് ചാൻ പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നമ്മൾ എന്തൊക്കെയായാലും ഇതില് വിജയിക്കൂന്ന്. ചാന്റെ അമ്മയ്ക്കാണെങ്കിലും മകനിങ്ങനെ നല്ലതിന് വേണ്ടി നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് കണ്ണും കൈയും കെട്ടിയിട്ട് ചാനെയും അവന്റെ അമ്മേനെയും മഴയത്ത് ഒരു ഫോറസ്റ്റില് നിർത്തുന്നുണ്ട്. ചാൻ നോക്കുമ്പം അവിടെ ആ ഒരു ചീഫും ഉണ്ട്. ചീഫും ഇവരുടെ ആൾക്കാരാണ്. ചീഫും കൂടെ ചതിച്ചതിന്റെ വിഷമത്തിലാണ് ചാൻ നിൽക്കുന്നത്. അപ്പോഴാണ് അവന്റെ അമ്മേനെ വെടിവെച്ച് കൊല്ലുന്നത്. അതിന്റെ വിഷമത്തിൽ അവൻ കരയുമ്പോഴേക്കും അവനെയും വെടിവെക്കുന്നു. ബോധം പോകുന്നുണ്ട്, പക്ഷെ പുറത്ത് വെടികൊള്ളുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ എണീക്കുന്നുണ്ട്. നോക്കുമ്പം അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞ് അവനും ബോധം പോകുന്നുണ്ട്. പിന്നെ ബോധം വരുമ്പോ അവൻ ഹോസ്പിറ്റലിലായിരുന്നു. റോസ് ആയിരുന്നു അവന്റെ അടുത്തുണ്ടായിരുന്നത്. അമ്മ മരിച്ചു എന്ന് മനസ്സിലാവുമ്പം അവന് ഭയങ്കരമായിട്ട് വിഷമമാണ്. ഇത്രയൊരു സ്റ്റുപ്പിഡ് ആയിരുന്നതിന് അവനെ തന്നെ കുറ്റം പറയുന്നുണ്ട്. അമ്മയ്ക്ക് ആ ഒരു അവസ്ഥ വരാനുള്ള കാരണം താനാണെന്നും അവനെ സ്വന്തം ബ്ലെയിം ചെയ്യുന്ന കണ്ടിട്ട് റോസ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അമ്മ മരിച്ച വിഷമമൊക്കെ അത്രോട്ടൊന്ന് മറക്കാൻ പറ്റുന്നതാണോ? അവൻ ഭയങ്കരമായിട്ട് കരയുവാണ്. എനിക്ക് കരയാൻ പോലുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞ് ചിരിക്കും കരയും എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ആ ഒരു വില്ലേജില് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരു പോലീസ് വന്നിട്ട് ഒരു സ്റ്റേ പറയുവാണ്. നവീൻ എന്ന് പറയുന്ന ഒരാള് ഒരു കോൺട്രാക്ട് പുതിയതായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ ലോയറായിട്ട് വരുന്നത് നമ്മുടെ ചാനാണ്. ശരിക്കും പറഞ്ഞാല് അന്ന് മുതലാണ് ചാൻ ഇന്നത്തെ ഒരു ചാൻ ആവുന്നത്. ഒരു ഈവിൾനെസ്സോട് കൂടിയ സ്മൈല് അവന്റെ ഫേസിലേക്ക് വരുന്നതും ഈ ഒരു ടൈം മുതലാണ്. നൈറ്റ് വില്ലേജിൽ ആ ഒരു സ്ഥലത്തിന് തീ പിടിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം അത് അണയ്ക്കാനായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് പേടിച്ചൊക്കെ നിൽക്കുകയാണ്. കുട്ടികളടക്കം അവിടെ ഉണ്ട്. ചാനിന്റെ അമ്മ മരിക്കാൻ കാരണമായ ആ ഒരു ക്യാപിറ്റലിസ്റ്റിനെ കൊല്ലുന്നുണ്ട്, അതും വെടിവെച്ച് തന്നെ. ആ ഒരു സ്ഥലം കത്തുന്നത് ചാൻ ഭയങ്കര ഈവിൾനെസ്സോടെ ചിരിച്ചോണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോക്കിയിരുന്നത്. ഇതും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമം കലർന്ന ഒരു ചിരിയില് ചാൻ നിൽക്കുന്ന സമയത്ത് ടിന്നു പറയുന്നുണ്ട്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് എന്ന്. ടിന്നിനും അവന്റെ വേണ്ടപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ അവന് മനസ്സിലാവുമെന്ന് ചാൻ അറിയാം. പക്ഷെ ചാനാണെങ്കിൽ ടിന്നിന്റെ അടുത്ത് പവറും പൈസയുള്ള അവന്റെ സൈഡിലേക്ക് വരാൻ പറയുവാണ്. ടിന്നിനാണെങ്കിൽ ചാന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവൻ പറയുന്നതിനോട് യോജിക്കുന്നില്ല. ടിൻ ഇപ്പോഴും ധാർമ്മികതയിലും നീതിയിലുമാണ് വിശ്വസിക്കുന്നത്. ഇത് ടിൻ പറയുന്ന സമയത്ത് ചാനാണെങ്കിൽ ഇപ്പോഴും നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല, ആ പവർ കിട്ടിയാലേ നിനക്കിത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. ടിന്നാണെങ്കിൽ ചാനിന്റെ അടുത്ത് അവന്റെ അമ്മ ഈ ഒരു നിമിഷത്തില് ചാനെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യോ, എന്തായിരിക്കും ചെയ്യാന്നുള്ള രീതിക്ക് ചോദിച്ചു വരുമ്പോഴേക്കും മതി നിർത്തുക പറഞ്ഞ് ചാൻ എണീറ്റുവാണ്. പുറകെ പോയിട്ട് പിന്നെയും ടിന്നെ ചോദിക്കുന്നുണ്ട്, അമ്മ ഈ ഒരു ടൈമില് ചാനെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യാ? അവൻ റിച്ച് ആയിട്ട് നിൽക്കുന്നത്, പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഹാപ്പി ആവോ? ഇവനിങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഹാപ്പി ആവോ എന്നൊക്കെ. ചാനാണെങ്കിൽ അവന്റെ അടുത്ത് അമ്മേനെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നീ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു നല്ല ലോയർ ആണെന്നൊക്കെ ടിന്നു പറയുന്ന സമയത്ത്
ആയിരുന്നു. പക്ഷെ ആ മണ്ടൻ ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാൻ നിൽക്കുന്നത്. ടിന്നാണെങ്കിൽ അവനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചാനാണെങ്കിൽ ടിന്നിന്റെ ഭാഗത്തേക്ക് വരാത്തോണ്ട് തന്നെ ഇവനും വിഷമിച്ച് പോവാൻ നിൽക്കുന്ന സമയത്ത് ചാൻ ടിന്നിന്റെ കയ്യിലെ പിടിച്ചേച്ച് ബേക്കിൽ കൂടെ ഹഗ് ചെയ്യുവാണ്. പാവം വല്ലാണ്ട് കരയുന്നുണ്ട്. ടിന്നാണെങ്കിൽ ആ കൈ മാറ്റിയിട്ട് ചാനിനെ കിസ് ചെയ്യാണ്. അങ്ങനെ പയ്യന്മാരുടെ ഫസ്റ്റ് കിസ് കഴിഞ്ഞ് അപ്പൊ ചാന് ടിന്നിനെ കിസ് ചെയ്യാണ്. അങ്ങനെ കിസ്സിങ് പതിയെ പതിയെ ഓരോരോ സ്റ്റെപ്പിലേക്ക് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറെ കാലമായിട്ട് പയ്യന്മാര് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന് നമ്മുടെ ചാൻ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ടിന്ന് വരുവാണ്. അതും ചാനിനുള്ള ചായയും കൊണ്ട്. അങ്ങനെ ടിന്നാണെങ്കിൽ ചാന്റെ അടുത്ത് ചോദിക്കാണ് എന്റെ സ്കോർ എത്രയാണെന്ന്. എന്ത് സ്കോർ എന്ന് ചാന്. എന്റെ പെർഫോമൻസിന്റെ സ്കോർ എന്ന് ടിന്ന്. 10 10 10. നീ ഇപ്പൊ സാറ്റിസ്ഫൈ ആണോന്ന് ചാൻ ചോദിക്കാണ്. അപ്പൊ പിന്നെ ഇത് നിന്റെ ജീവിതത്തിലെ ബെസ്റ്റ് നൈറ്റ് ആണോ? അന്നത്തെ ആ ഒരു ക്രേസി നൈറ്റിനെക്കാട്ടും ബെറ്റർ ആണോ എന്നൊക്കെ ടിന്ന് ചോദിക്കാണ്. ഏത് ആളിപ്പോഴാ ജലസില് നിൽക്കാണ്. നീ ആ റോസ് പറയുന്നതും കേൾക്കണ്ട, അതൊക്കെ വിട്ടേക്കെന്നുള്ള രീതിക്ക് നമ്മുടെ ചാൻ പറയുമ്പം ശരി ഓക്കെ, അങ്ങനെയാണെങ്കിലോ ഇന്നത്തെ നൈറ്റ് ബെറ്റർ ആണോ എന്ന് ടിന്ന് ചോദിക്കാണ്. അതെ അതെ, ടിന്നാണ് ബെസ്റ്റ്, ടിന്നാണ് പെർഫെക്റ്റ്, ടിൻ അമേസിംഗ് ആണ് എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് ചാന്. അത് കേൾക്കുമ്പോ നമ്മുടെ ടിന്ന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ആളാണെങ്കിൽ ചാനിനെ കടിക്കുവാണ്. എന്തിനാടാ കടിക്കുന്നത്, നീ എന്താ വല്ല പട്ടിയാണോ എന്ന് ചോദിക്കുമ്പം അതെ, നീ നല്ലൊരു ലോയർ ആയിട്ടിരുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ കടിക്കും, നിന്നൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറയാണ്. അങ്ങനെ പയ്യന്മാര് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ തീ താന്താന്റെ കാലില് ഐസൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് താന്തായി അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ ഒരുമിച്ചിരുന്നാലോന്ന്. ഇമോഷണൽ ആയിട്ട് തീ നോക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ അറിഞ്ഞാണ്, എനിക്കറിയാം അത് നടക്കത്തില്ലെന്ന്. ഞാൻ ഒന്നുമില്ലേലും തത്തേപ്പിന്റെ മോനാണ്. തിരിച്ചു പോയാല് പിന്നെയും ഞാൻ പഴയതുപോലെ തന്നെ ആ ബാഡ് ഗേ ആയിട്ടുള്ള പയ്യനാവേണ്ടി വരും. തിരിച്ചു പോയിന്ന് വെച്ച് നിനക്ക് അങ്ങനെ പഴയതുപോലെ ആവണമെന്നില്ല, നീ ഇപ്പൊ ഉള്ളതുപോലെ ഇരുന്നാലും മതിയല്ലോ എന്ന് തീ ചോദിക്കുന്നുണ്ട്. എങ്ങനെയത് നടക്കുക? നമ്മളായിട്ട് തന്നെ ജീവിച്ചല്ലേ പറ്റൂ, നമുക്ക് ഇതിന്നും ഒളിഞ്ഞോടാൻ പറ്റത്തില്ലല്ലോ എന്ന് താന്തായി. പക്ഷേ മുന്നത്തെ നീ ഒറിജിനൽ ആയിട്ടുള്ള നീ അല്ല, കൈൻഡ് ആയിട്ട് മറ്റുള്ളവരെ വിഷമിച്ചാലേ വിഷമിക്കുന്ന ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എന്നെ പോലെ ഹോംലെസ് ആയിട്ടുള്ള ഒരു പയ്യന് താമസിക്കാൻ സ്ഥലം കൊടുക്കുന്ന വളരെ വിശാല മനസ്സുള്ള ഒരു പയ്യനാണ് നീ. അതാണ് ഒറിജിനൽ നീ എന്നാണ് തീ പറയുന്നത്. അത് തന്നെയാണ് ശരിയും. ചുരുക്കി പറഞ്ഞാല് താന്തായി വളരെ നല്ലൊരു കുട്ടിയാണെന്നാണ് തീ പറയുന്നത്. ഇത് കേട്ടിട്ട് താന്തായി ആണെങ്കിൽ ശരിക്കും ഞാൻ ഇങ്ങനെയാണോന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. താന്തായി ശരിക്കൊരു മോശപ്പെട്ടൊരു പയ്യനായിട്ട് ഇരിക്കാനുള്ള കാരണം അവന്റെ അച്ഛന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവര് താന്തായിനെ കുറിച്ച് മോശമായിട്ട് ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് തീക്കാണെങ്കിൽ നന്നായിട്ട് അറിയാലോ താന്തായിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ അവന് നല്ല ദേഷ്യവും വിഷമമൊക്കെ തോന്നുമായിരുന്നു. ഇതൊക്കെ തീ പറയുന്ന കേൾക്കുമ്പം താന്തായിക്കും കുറച്ച് സമാധാനാവുന്നുണ്ട്. അവൻ നല്ലൊരു പേഴ്സൺ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പാവൻകുട്ടി കരയുവാണ്. അവനെ തീയാണ് ആശ്വസിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ചാനാണെങ്കിൽ ടിന്ന ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ ആ ഒരു എവിഡൻസ് ആയിട്ടുള്ള ഡോളിന്റെ ഫോട്ടോ എടുത്ത് തത്തേപ്പിന് അയച്ചു കൊടുത്ത് നമുക്ക് സംസാരിക്കാനുണ്ട് എന്നറിയാണ്. ശരി മീറ്റ് ചെയ്യാന്ന് തത്തേപ്പ് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ടിന്നിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ചാൻ തത്തേപ്പിന്റെ അടുത്തേക്ക് ആ ഒരു പാവ എടുത്ത് പോവാണ്. അവൻ ഓൾറെഡി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ തത്തേപ്പിന്റെ അടുത്ത് ആ ഒരു പാവ കൊടുത്തിട്ട് അയാളുമായിട്ട് ഒരു ഡീലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് അയാൾക്ക് കൊടുത്ത് ആജീവനാന്തം അയാളുടെ പൈസയും പവറും ഇവന് കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട്. ആ പാവ കേടായി പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ അത് നന്നാക്കിയിട്ട് അതിലുണ്ടായിരുന്ന ആ വോയിസ് റെക്കോർഡ് ചാൻ കേട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് ടൗൺ കടയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വെയർ ഹൗസിന്റെ ഉള്ളിൽ നിന്ന് തത്തേപ്പ് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കാണ്. തത്തേപ്പും ഒരു റിപ്പോർട്ടറും കൂടെ സംസാരിക്കുന്നതാണ്. റിപ്പോർട്ടറുടെ അടുത്ത് തത്തേപ്പ് കൈക്കൂലി മേടിച്ചതിന്റെ എവിഡൻസ് ഒക്കെ ഉണ്ട്, അത് പുറത്ത് കൊണ്ടുവരണ്ടെങ്കിൽ 50 മില്യൺ തരണമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുവാണ്. തത്തേപ്പാണെങ്കിൽ അയാളെ വെടിവെച്ച് കൊല്ലും കൂടെ ചെയ്യാണ്. ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ടൗൺ കേൾക്കുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നതൊക്കെ കേട്ട് ആ ഒരു പേടിച്ച് ആ ഒരു പാവയിലേക്ക് കൈയമർത്തുമ്പം അത് റെക്കോർഡ് ആവുന്നുണ്ട്. ഇയാള് ചാവുമ്പം അവളെ പേടിച്ച് കാറിന് ഒച്ച ഇട്ടിട്ട് തത്തേപ്പം പുറത്തേക്ക് വന്ന് നോക്കുന്നു. ഞങ്ങൾ ഇവിടുത്തെ സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് അങ്ങേര് പറയുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് ഓടുവാണ്. അങ്ങനെ അവള് പേടിച്ച് ഹെൽപ്പിനും ചോദിച്ച് ഭയങ്കരമായിട്ട് ഓടുന്ന സമയത്താണ് അവളെ കാർ ഇടിക്കുന്നത്. അതും തത്തേപ്പിനെയാണ് ആ വണ്ടി ഓടിച്ചതും. ഇതൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ചാനാണെങ്കിൽ ഭയങ്കര ഷോക്ക് ആയിട്ടിരിക്കുന്ന ഇതേ സമയത്ത് തത്തേപ്പാണെങ്കിൽ ആകെപ്പെടെ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ്. ടോണിനെ
കാറിടിച്ചതിന് ശേഷം അവൾക്ക് ജീവനുണ്ട്. അത് നോക്കി എന്നിട്ട് ഇങ്ങനാണെങ്കിൽ പ്ലാൻ ചെയ്യുവാണ്. അത് താന്തായിന്റെ കാറാണ്. ആ കാറില് ഡാഷ് ക്യാം ഉണ്ടല്ലോ, റെക്കോർഡായിട്ടുണ്ടാവും. താന്തായിന്റെ കാർ ആയതുകൊണ്ട് ഇത് താന്തായാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരെ പ്ലാൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് താന്തായിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ഇവരെ വീട്ടിലിരിക്കുന്ന സമയത്ത് താന്തായിനെ എല്ലാരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും നല്ലൊരു പൊളിറ്റീഷ്യന് എങ്ങനെയാണെന്തോ ഇങ്ങനെ ഒരു മോനുണ്ടായതെന്നൊക്കെ സോഷ്യൽ മീഡിയയില് ഈ ഒരു സംഭവത്തിന് ശേഷം താന്തായാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞതിന് ശേഷം അവനെ പൊങ്കാലിട്ട സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ ഈ ഒരു ചൂടുള്ള വാർത്തയും കൊണ്ട് തന്നെ മറ്റേ റിപ്പോർട്ടറെ മരിച്ചല്ലോ, അതൊന്നും വലിയ കാര്യമായിട്ട് ആരും എടുത്തിട്ട് പോലുമില്ല. അതേപോലെ അസിസ്റ്റന്റ് തന്നെയാണ് പറഞ്ഞത്, ടോണിന്റെ കയ്യിലിരുന്ന ആ ഒരു പാവയും കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, മിക്കവാറും അവള് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുന്നു. അങ്ങനെ അതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ താന്തായി ആ ഒരു പാവനെ അത്രയും അന്വേഷിച്ചത്. അവൻ അച്ഛൻ്റെ അടുത്തുനിന്ന് ഈ പേരിലെങ്കിലും കുറച്ച് സ്നേഹം കിട്ടാനായിരിക്കണം. ആദ്യം എനിക്ക് താന്തായിനെ കണ്ട സമയത്ത് ഇവൻ ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നിയായിരുന്നു. ഭയങ്കര അഹങ്കാരമുള്ള ആൾക്കാണ് തോന്നിയത്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം മുതല് താന്തായിനെ കണ്ടപ്പോ എനിക്ക് ഈ ബേബി ഫേസ് ഉള്ള ചെക്കനാണോ അത് ചെയ്തതെന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇവിടെ താന്തായും തീയാണെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാണ്. അത് ഈ ഡ്രസ്സ് പോലും ഇടാതെ കിടക്കാന് മാത്രം ഇവരെപ്പോഴും ഇത്ര ക്ലോസ് ആയതോ എന്തോ. നീ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നേക്കാണ്, എന്റെ അച്ഛൻ വല്ലതും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലുന്നും പറഞ്ഞ് താന്തായി അതിന് മറുപടിയായിട്ട് ഞാൻ നിന്നെ നിർബന്ധിച്ച് കൂട്ടിയിട്ട് വന്നൊന്നല്ല, നീ എന്റെ കൂടെ ഓടി വന്നെയാണ് എന്ന് തീയ്. ആഹാ, ഇങ്ങനെ പറയുന്നോ? നോക്കിക്കോ, ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും നീ എന്നെ ഹരാസ് ചെയ്തൂന്ന്. നോക്കിക്കോ, നീ തീർന്നു പറഞ്ഞുകൊണ്ടാണ് താന്തായി നിൽക്കുന്നത്. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ എങ്ങനെയാ ചാവണ്ടേന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞ് തീയാണെങ്കിൽ താന്തായിനെ പിടിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയി പോകുന്നു. ഇതേ സമയത്ത് നമ്മുടെ ടിന്നാണെങ്കിൽ ചാനെ കാണാണ്ട് വിളിച്ചു നോക്കുന്നുണ്ട്. ചാനിന് എന്തെങ്കിലും പറ്റിയോന്നൊന്നും അറിയത്തില്ലല്ലോ. ആകെപ്പെടെ ടെൻഷനായിട്ട് ടിന്ന് നിൽക്കുന്ന ഇതേ സമയത്ത് നമ്മുടെ ചാനെ ആണെങ്കിൽ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. കൺട്രോൾ വിട്ട് ഇവൻ ആക്സിഡന്റ് ആവുന്നുണ്ട്. ഒരു വിധത്തിൽ എണീറ്റ് ആ ഒരു പാവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചാന്റെ അസിസ്റ്റന്റ് ആണ് വരുന്നത്. തത്തേ പിന്നേരെ ചതിച്ചപ്പം ഇവനാണെങ്കിൽ ദേഷ്യം വന്നത് ചാന്റെ അടുത്താണല്ലോ. ചാനാണെങ്കിൽ അടങ്ങിയിരിക്കാണ്ട് തത്തേപ്പ് ചാന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അക്കാര്യം ഇങ്ങേരുടെ അടുത്ത് പറയാണ്. ഇതും കൂടെ കേട്ടിട്ട് അങ്ങേർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കലിപ്പാവാണ്. ഒന്നാമത് കണ്ണെടുത്തിട്ടാണ് വന്നത്. ഇവനെ വെടിവെക്കാൻ പോകുന്ന സമയത്ത് അവൻ കണ്ണിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ മല്ലുപിടുത്തത്തിനിടയ്ക്ക് ആ തോക്ക് താഴെ വീഴുമ്പം അവൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ വിറ്റാണെങ്കിൽ അതായത് അസിസ്റ്റന്റ് ആണെങ്കിൽ അവനെ ബേക്ക് ചെയ്യുന്ന ചവിട്ടാണ്. ഇങ്ങനെ ഓടുന്ന സമയത്ത് അവനെ വെടിയും വെക്കുന്നു. ബോധം കെട്ടി കിടക്കുന്ന ചാന്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെയും വെടിവെക്കാൻ പോകുന്ന സമയത്താണ് പോലീസ് സൈറൺ കേൾക്കുന്നത്. അങ്ങനെ അവിടുന്ന് സ്കൂട്ടാവുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് ചാൻ എണീക്കിനാണ് കാണുന്നത്. അപ്പൊ അവന്റെ അടുത്ത് തന്നെ ആ ഒരു പാവയുണ്ട്. ഏതാ സ്ഥലം എന്ന് അവന് മനസ്സിലാവുന്നില്ല. കാടിന്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ ഉണ്ട്. ചാൻ നിങ്ങൾ എണീറ്റോന്ന് ചോദിച്ച് അപ്പൊ ഒരു ചെറിയ പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നു. ആ പയ്യന് ചാനിനെ അറിയാം, പക്ഷെ ചാനിന് ആ പയ്യനെ മനസ്സിലാവുന്നില്ല. പണ്ട് ചാൻ ഒരു കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ടില്ലായിരുന്നോ, ആ കുട്ടിയാണ് ഈ കുട്ടി. 7-8 കൊല്ലായില്ലേ, കുറച്ച് വലുതായിട്ടുണ്ടേ. അന്ന് ചാനും ടിന്നും കൂടെ മാർക്കറ്റിൽ കൂടെ നടന്നില്ലായിരുന്നോ. ചാനിന് വേണ്ടിയിട്ട് ടിന്ന് ഗിറ്റാറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിട്ട് ആ സമയത്ത് ആരോ ഇവരെ നോക്കുന്നതായിട്ട് കാണിച്ചായിരുന്നല്ലോ, അത് ഈ പയ്യനാണ്. ഒരുപാട് കാലയില്ലേ കണ്ടിട്ട്. അപ്പൊ അത് ചാൻ തന്നെയാണോ എന്ന് ആ പയ്യനും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചാനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചാനെ ചാന്റെ അസിസ്റ്റന്റ് അറ്റാക്ക് ചെയ്യുന്നത് ഈ പയ്യൻ കണ്ടത്. ഇവനെ നേരിട്ട് പോയിട്ട് ചാനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവനാണ് പോലീസ് സൈറൻ അവന്റെ ഫോണില് വെച്ചത്, അല്ലാതെ ഒറിജിനലി പോലീസ് വന്നേയല്ലായിരുന്നു. അങ്ങനെ ചാനെ കൂട്ടിയിട്ട് വന്നിട്ട് ഇവിടെ കടത്തി ചികിത്സിച്ചു. അഥവാ ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു ഇവൻ അറ്റാക്ക് ചെയ്തതെന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ അവര് വന്നാലൊന്ന് പേടിച്ചിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. 8 കൊല്ലത്തിന് മുന്നേ ചാന് ആ ഒരു വില്ലേജിൽ നിന്നൊരു വിപത്ത് നടന്നായിരുന്നല്ലോ. അതില് ശരിക്കും പറഞ്ഞാല് ആ വില്ലേജിലെ എല്ലാരും ഒന്നും ആ ക്യാപിറ്റലിസ്റ്റിന്റെ കൂടെയും ചീഫിന്റെ കൂടെയും കൂടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ലായിരുന്നു. അവർക്ക് ആ ആൾക്കാരെ മാത്രം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോഴവര് എതിർത്ത് നിൽക്കാൻ തന്നെ തയ്യാറായിരുന്നു. അവര് ചാനിനെയും അമ്മനെയും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവര് എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ വില്ലേജേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു കാര്യത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവരെയും കൊല്ലുകയാണ് ചെയ്തത്. അവർക്ക് ശരിക്കും ചാനിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവര് ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്നെ പോലെ തന്നെ നിങ്ങളടുത്ത് നന്ദി പറഞ്ഞേനേന്ന് കൊച്ചു പറയുന്നുണ്ട്. പണ്ടെപ്പോഴോ ഞാൻ ചെയ്തതിന് ഇപ്പൊ തിരിച്ച് ഫലം കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലെന്ന് ചാൻ പറയുന്നുണ്ട്.
അപ്പൊ അവനൊരു കാര്യം ആലോചിക്കുന്നു. ചാൻ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പേരൊന്നും അവന്റെ കൂടെ നിന്നിട്ടില്ലായിരുന്നു. അമ്മേനെയും കൂടെ പ്രശ്നത്തിൽ വരുത്തിച്ചോന്ന് അവനൊരു വിഷമം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഈ ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടൂല. അത്ര നല്ല പയ്യനായിരുന്നു അന്ന് ചാൻ. അല്ലെങ്കിൽ ഒരു പരിധി വരെയും ഒരു മനുഷ്യൻ മാറുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ചുറ്റുമുള്ളവർ തന്നെയായിരിക്കും, അവന് നടക്കുന്ന ഓരോ കാര്യങ്ങളുമായിരിക്കും. ഒരു പ്രതിഫലവും കിട്ടത്തില്ലെന്ന് ചാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞതിന് അമ്മ തിരിച്ച് അവന്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഇതിന്ന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും, അത് തന്നെ ധാരാളമാണ്. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാലത്തിനനുസൃതമായിട്ട് അത് നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. പണ്ടെപ്പോഴോ ചെയ്തതിന് ഇപ്പൊ ചാനിനെ ഹെൽപ്പ് കിട്ടിയില്ലേ, അത് തന്നെയാണ് അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിലും അത് ശരിയാണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് തിരിച്ചു വേണമെന്ന് വിചാരിക്കാണ്ട് എന്തെങ്കിലും ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും മറ്റൊരു രൂപത്തില് നമുക്കതിന് പ്രതിഫലം കിട്ടും. ചാനിന്റെ അമ്മയാണെങ്കിലും മോനെ കുറിച്ച് വളരെ പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. ചാൻ ഇതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അടിച്ചു പിടിച്ച് നമ്മുടെ ടിന്നി വരുന്നത്. ആളാകപ്പെടാൻ പത്തറി പോയിട്ടാണ് വന്നത്. നമ്മുടെ കുട്ടിപ്പയ്യനാണ് ടിന്നിന്റെ അടുത്ത് ഇൻഫോം ചെയ്തത്. ടിന്നാണെങ്കിൽ കരയുന്നില്ലെന്നേ ഉള്ളൂ, അത്രയ്ക്ക് ഇമോഷണൽ ആയിട്ടാണ് നിൽക്കുന്നത് പാവക്കുട്ടി. ചാന് പാവേനെ നോക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ചണക്ക് നിൽക്കുന്നുണ്ട്. അടുത്ത സീനില് ടിന്നിനെ കൂട്ടിയിട്ട് ചാന്റെ പഴയ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. രണ്ടുപേരെ അകത്ത് കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോഴാണ് ഒച്ച കേൾക്കുന്നത്, ആരെയും ഇടിക്കുന്ന കണക്ക്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൈസ മോഷ്ടിച്ചേന്. ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ചാന്റെ അടുത്ത് അയാളാണെങ്കിൽ ഞാന് നവീന്റെ അടുത്ത് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. എന്തുവാടെ വല്ല ഗുണ്ടകളുടെ കൂട്ടത്തിലാണോ കൊണ്ടിട്ടേ എന്നുള്ള രീതിക്ക് നമ്മുടെ ടിന്നി ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ആരാണെന്ന്. അതിന് ചാൻ റിപ്ലൈ കൊടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പയ്യൻ ഓടി വരികയാണ്. ചാൻ വന്നിട്ടുണ്ട് പറഞ്ഞ്. ആ പയ്യനെ കാണാനാണെങ്കിൽ സെറ്റാണ്, ബോഡി എല്ലാം ഫിറ്റ്, അടിപൊളി പയ്യൻ. ആ പയ്യൻ വന്ന ചാനെ നോക്കുമ്പോഴുള്ള മ്യൂസിക് ആണെങ്കിൽ പറയേ വേണ്ട, സെറ്റ് എന്ന് പറഞ്ഞ അടിപൊളി മ്യൂസിക്. അങ്ങനെ മൊത്തത്തില് അടിപൊളിയായിട്ടുള്ള വൈബാണ് ഉള്ളത്. പക്ഷെ ആകെപ്പാടെ ഒരു കുഴപ്പമുള്ളൂ, ഈ ഇറച്ചി കടയിലൊക്കെ ഇറച്ചി വെട്ടുന്ന ആളുടെ മീത്തോത്തം ചോരയായിരിക്കല്ലോ, അതേപോലെയാണ് നവീന്റെ മീത്തോത്തം ഉള്ളത്. അയാളെ അടിച്ച് പരുവാക്കിയതിന്റെയാണ്. നമ്മുടെ ടിന്നാണെങ്കിൽ നവീന്റെ കയ്യിലേക്കാണ് നോക്കുന്നത്. അങ്ങനത്തെ കയ്യിലാണെങ്കിൽ മൊത്തം ചോരയായിട്ട് ഈ അടിക്കാൻ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരുമാതിരി രീതിക്കാണ് ടിന്നി നോക്കുന്നത്. നവീനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ചാന്റെ കണ്ട സന്തോഷത്തില് സംസാരിക്കാൻ വരുമ്പോഴേക്കും അവിടെ അകത്തുനിന്ന് മറ്റേ ആളെ ഇട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒച്ചയൊക്കെയാണ്. നവീനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് എടാ ആദ്യം അത് നിർത്താൻ പറയാന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഒച്ച എടുത്ത് വിടുവാണ്. എന്നിട്ട് ചാന്റെ അടുത്ത് അത് വേറെന്നല്ല, ഒരു അക്കൗണ്ടന്റ് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി അതിനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഇപ്പൊ അടിച്ച ആ പയ്യനുണ്ടല്ലോ, അവനെ രണ്ടുപേരാണെങ്കിൽ തൂക്കിയിട്ട് വേണം. ആ ചെക്കനാണെങ്കിൽ അനക്കം പോലും ഇല്ല. ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സോറിയും പറഞ്ഞ് ഇവ നിൽക്കുന്ന സമയത്താണെങ്കിലോ പവൻ ചാനാണെങ്കിൽ തലയ്ക്ക് കയ്യും വെച്ച് നിൽക്കുകയാണ്. നവീനാണെങ്കിലോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ചാന ഹഗ് ചെയ്യാൻ വരുമ്പോഴേക്കും ചാന അവനെ തടഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് നോക്കാണ്. മൊത്തം ബ്ലഡ് ആണല്ലോ. സോറി എന്ന് പറഞ്ഞ ആ സംഭവം എടുത്ത് അയച്ചു കളഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ടിന്നാണെങ്കിൽ ചാനെ പിടിച്ച് മാറ്റിട്ട് മുന്നിൽ കയറി നിൽക്കുവാണ്. നവീനാണെങ്കിൽ തീഷ്യം വന്നിട്ട് ആരടാ നീ, എങ്ങനെയാ നീ എന്റെ വീട്ടിൽ കയറിയെന്ന് ചോദിക്കുകയാണ്. എന്റെ കൂടെ വന്നത് അവൻ എന്റെ ഫ്രണ്ടാണ്, പേര് ടിൻ എന്ന് പറഞ്ഞ് ടിന്നിനെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇത് നവീനാണ്, എന്റെ ഓൾഡ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ടിന്നിന് നവീനെയും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നവീനാണെങ്കിൽ അതൊന്നും മൈൻഡാക്കുന്നവരില്ല. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും ചാന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈ പിടിച്ച് ഇവന്റെ അടുത്തേക്ക് നിർത്തുവാണ്. നീ വന്നത് ഏതായാലും നന്നായി, ഒരു സംഭവം കാണിക്കാനുണ്ട് എന്ന് നവീൻ ഒരുമാതിരി രീതിക്കാണ് പവൻ ചാൻ അവിടെ നിൽക്കുന്നത്. നവീനാണെങ്കിൽ ബനിയം പൊക്കിയിട്ട് അവന്റെ മേത്തുള്ള ടാറ്റു കാണിക്കുകയാണ്. അതില് യാൻ എന്നാണ് ഉള്ളത്, അത് ചാനിന്റെ പേരാണ്. ഇങ്ങനെ ടാറ്റു ചെയ്യുന്ന സമയത്ത് ചാൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവുന്നത് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ടാറ്റു ചെയ്തേക്കുന്നത് ഡയലോഗും കൂടെ. എനിവേസ് ഞാൻ പറയാൻ മറന്നുപോയി, ഇതാണ് നമ്മുടെ ചാനിന്റെ എക്സ്. ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനാണെങ്കിൽ പക്ഷെ സ്പെല്ലിങ് മാറിപ്പോയി എന്ന് പറയുവാണ്. ചാനെന്ന് കണ്ടത് യാനെന്നല്ലേ എഴുതിയേക്കുന്നത്. ടിന്നിനാണെങ്കിൽ ഈ കോമാളിത്തരമൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. നവീനാണെങ്കിൽ അവന്റെ കൂടെയുള്ള ആളുടെ അടുത്ത് എനിക്ക് തായ്മരിയേക്ക് അറിയത്തില്ലെന്ന് നിനക്ക് അറിയില്ലേടാ, ഇങ്ങനെ ടാറ്റു ചെയ്യുന്ന സമയത്ത് നീ വേണ്ടത് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് അവന് ടർണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോ നമ്മുടെ ടിന്നി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് ടർണം പൊട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ടിന്നാണെങ്കിൽ വെറുതെ ഇരിക്കോ, അവനും കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുന്നുണ്ട്. ഏതെന്ന് പറഞ്ഞ്
നമ്മുടെ ചാനാണ് രണ്ടിനെയും പിരിച്ചുവിടുന്നത്. രണ്ടുമാണെങ്കിലോ ഭയങ്കര കലിപ്പിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാനാണെങ്കില് പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും ഇടയ്ക്ക് ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ പയ്യൻ നല്ല കലിപ്പിലാണ് ഉള്ളത്. ഇനി എത്രയെത്രയോ സംഭവങ്ങള് നടക്കാനിരിക്കുന്നു. നവീന്റെ കാര്യത്തില് ഭയങ്കര ജലസായിട്ട് നമ്മുടെ ടിന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളത്. ചാൻ വന്നിട്ട് നീ ഓക്കെയാണോ എന്ന് ടിന്നിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിന്റെ എക്സിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ടിന്ന്. നമ്മുടെ പുറകെ ആൾക്കാരുണ്ട്, അറിയാത്ത സ്ഥലത്ത് നിന്നാല് ശരിയാവത്തില്ല. ഇവൻ ഈ ഏരിയയില് പവർഫുൾ ആണ്, സോ ഇവനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് ചാന്. അതിന് എനിക്ക് എന്തിനാ അവന്റെ പ്രൊട്ടക്ഷൻ എന്ന് ടിന്ന്. ഈ ടിൻ ജലസ് ആവാതെ, അവൻ എത്രത്തോളം വിയേർഡും ക്രേസി ആണെന്ന് നീ തന്നെ കണ്ടതല്ലേന്ന് ചാന്. ക്രേസി ആണെന്നോ? ആ ക്രേസി ആയിട്ടുള്ള പയ്യനാണ് നിന്റെ എക്സ് എന്ന് ടിന്ന്. അതേപോലെ ആ ഒരു നൈറ്റിന്റെ കാര്യം കൂടെ എടുത്തിടുവാണ്. അന്ന് റോസ് പറഞ്ഞത് ഈ പയ്യനെ കുറിച്ചല്ലേന്ന്. കുറച്ച് റീസണബിൾ ആവ്. നീ എല്ലാം ടൈം മെഷീൻ എടുത്ത് പാസ്റ്റിലേക്ക് പോവാണെങ്കിൽ 10-20 പേരുടെ അടുത്ത് ഇങ്ങനെ ചില സൗണ്ട് വരും എന്ന് ചാൻ പറയാണ്. ഇത് കേട്ടാല് ടിന്നിന്റെ ദേഷ്യം വരാതിരിക്കോ? കൈ മാറ്റിയിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. അപ്പോഴാണ് ചാനും ആലോചിക്കുന്നത്, പറയണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ടിന്നാണെങ്കിൽ ബാത്റൂം പോയിട്ട് അവന്റെ ദേഷ്യമൊക്കെ പരമാവധി ഒന്ന് കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് നേരത്തെ അങ്ങനെ ഒരു ഇഡിയറ്റിനെ പോലെ പെരുമാറിയതിന് ചാനിന്റെ അടുത്ത് സോറി ചോദിക്കാണ്. എന്നിട്ട് വേറെ എന്തോ പറയാൻ വരുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല, ഒന്നില്ലെന്ന് പറയാണ്. ചാൻ പിന്നെയും ചോദിക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഒന്നില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴാണ് ചാൻ പറയുന്നത്, നിനക്ക് എന്റെ അടുത്ത് ദേഷ്യപ്പെടാം, പൊസസീവ്നെസ് കാണിക്കാം, ജലസ് ആവാം, എന്ത് വേണേ പറയാം, അതിലെ തെറ്റോ ശരി എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ചാൻ പറയാണ്. എനിക്കൊരുമാതിരി ഇൻസെക്യൂർ ആയിട്ട് വൾണറബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവന്റെ വീട് നോക്ക്, വലുതാണ്, അവന് പണമുണ്ട്, പവറുണ്ട്, ഇത് രണ്ടുമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതൊന്നും പോരാണ്ട് അവന് നിന്നെ കുറിച്ച് കുറെ കാലമായിട്ട് അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം, നിന്റെ കൂടെ കുറെ ബാഡായിട്ടുള്ള സിറ്റുവേഷനിലും കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങളാണെങ്കില് ഇപ്പൊ പിന്നെ മീറ്റ് ചെയ്തു. എന്നാ പറ്റിക്കുമോന്ന് പേടി തോന്നുകയാണെന്ന് ടിന്ന്. പറ്റിക്കപ്പെടുന്നത് നിനക്ക് അത്രയ്ക്കൊക്കെ പേടിയാണോ എന്ന് ചാന്. അതും ടിന്ന് പറയുന്നൊക്കെ കേട്ട് ചിരിച്ച് ടിന്നിന്റെ കവളില് കിള്ളിയിട്ടാണ് ഈ പറയുന്നത്. അതെനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടാനേ പാടില്ലായിരുന്നു എന്ന് ടിന്ന് ഭയങ്കര വിഷമത്തിൽ പറയുന്ന കേട്ടിട്ട്. ശരിയാണ്, അവനെ നിന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം നീ അവനെ മാച്ച് അല്ല. അവന് പണമുണ്ട്, പവറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കാര്യത്തില് നിനക്ക് അവനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് അതെന്തുവാണെന്ന് ഭയങ്കര ആവേശത്തോടെ ടിന്ന് ചോദിക്കുമ്പം എന്റെ ഹൃദയം അത് നിനക്ക് വിൻ ചെയ്യാൻ പറ്റി എന്നറിയാണ്. കൊള്ളാം, കുറച്ച് കംഫർട്ടിങ് ആയിട്ടുണ്ട് എന്ന് ടിന്ന്. അതുപോലെ ആ നൈറ്റിന്റെ കാര്യം പിന്നെയും പറയുന്ന സമയത്ത് നീ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഒരു കാര്യത്തിലും കൂടെ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റും, അവനെക്കാട്ട് റൂത്ത്ലെസ് ആണ് നീ എന്ന് ചാന് കോംപ്ലിമെന്റ് കൊടുക്കാണ്. അതും കൂടെ ആയപ്പോ ടിന്നിന് ഭയങ്കര സന്തോഷം. കവളിലൊരു കിസ് കൂടെ കൊടുക്കുമ്പം പിന്നെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അങ്ങനെ പയ്യന്മാരെ ഹഗ് ചെയ്ത് നിൽക്കുന്നതും കാണിച്ച് ആ ഒരു സിനോടെ കട്ട് ചെയ്യാണ്. പിറ്റേന്ന് ടിന്നെ നോക്കുമ്പം നവീനും ചാനും കൂടെ സംസാരിക്കുകയാണ്. നിനക്ക് ശരിക്കും ഇത് ചെയ്യണോന്ന് നവീൻ ഭയങ്കര ഒച്ചയില് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നവീൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഈ നായ്ക്കുട്ടി നിന്നെ എന്തിനാ അവൻ അഡോപ്റ്റ് ചെയ്തത്, എനിക്ക് തന്നെ അടിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞ് നമ്മുടെ നവീൻ ഭയങ്കര ക്യൂട്ടായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിലൊരു ഡീലുണ്ട് എന്ന് ചാന്. അപ്പൊ പിന്നെ ദേഷ്യം ഉണ്ടെങ്കിലും മിണ്ടാണ്ട് അവിടുന്ന് നവീൻ പോകുന്നുണ്ട്. കുറച്ച് ടെൻഷനായിട്ട് എന്തോന്ന് ഡീലെന്ന് ടിന്നെ ചാൻ്റെ അടുത്ത് ചോദിക്കുമ്പം വേറൊന്നല്ല, നീ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, അവൻ നിന്റെ അടുത്തുനിന്ന് അകന്ന് നിൽക്കണം, പഴയതൊന്നും ഇനി ആവർത്തിക്കത്തില്ലെന്ന് നിനക്ക് 100% ഉറപ്പാണ് എന്ന് ചാന്. കേൾക്കുമ്പോ ടിന്നിന് ഹാപ്പി. നമ്മുടെ ടോണിന്റെ പാവ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണ് തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകുന്നത് എന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് ടിന്ന് ചോദിക്കുന്നുണ്ട്. നാളെ നമുക്ക് ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നവീൻ സെറ്റാക്കി തരുന്ന ചാന്. അത്രയും സമാധാനം, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പോവാലോ എന്ന് പറഞ്ഞിട്ടാണ് ടിന്ന് നടന്ന് പോകുന്നത്. ചാന് റോസിനെ വിളിച്ചിട്ട് നവീന്റെ വീട്ടിലാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ റോസ് ചോദിക്കുന്നത് ടിന്നും നവീനും തമ്മിലുള്ള അടി കഴിഞ്ഞോന്നാണ്. എപ്പൊ നോക്കിയാലും അവന്മാർ അതിന് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്, ഓൾമോസ്റ്റ് അടിക്കേണ്ടതായിരുന്നു എന്ന് ചാനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടോൺ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. തത്തേപ്പിന്റെ അടുത്ത് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അത് ചെയ്യണ്ട, ഒരിക്കലും ടിന്നെ നിന്റെ അടുത്ത് ക്ഷമിക്കത്തില്ലെന്ന് റോസ് പറയുന്നുണ്ട്. അത് ഞാനും ആലോചിച്ചു, അതുകൊണ്ടാണ് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണ്ടത്. ഞാൻ പോയിട്ടുണ്ടേല് ടിന്നിനെയും മുത്തശ്ശിനെയും നോക്കിക്കോണെന്ന് പറയാണ്. ഇങ്ങനെ കേൾക്കുമ്പം ആർക്കാണേലും ടെൻഷൻ ആവുമല്ലോ. നീ എന്താ ചെയ്യാൻ പോന്നീന്ന് റോസ് കുറച്ച് പേടിച്ച് ചോദിക്കുമ്പം ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യ എന്നും പറഞ്ഞ ചാൻ ഭയങ്കര അഡമന്റ് ആയിട്ട് നിൽക്കുമ്പം
ശരി ഓക്കെ എന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ചാൻ എന്താ പറയുന്നേന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. നൈറ്റ് ചാൻ ഭയങ്കര സാഡായിട്ട് ഒരുമാതിരി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടിന്നു വരുന്നത്. ഭയങ്കര ക്ലിഞ്ചി ആയിട്ട് പോയിട്ട് കെട്ടിപ്പിടിച്ച് ഇരുന്ന് കിടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഒരു 3-4 ദിവസം ഫ്രീ ആകാവൂന്ന് ടിന്ന് ചാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിനെയും കൂട്ടിയിട്ട് ടിന്നിന്റെ അച്ഛനെയും അമ്മേനെയും കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ബോയ് ഫ്രണ്ടിനെ കാണിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് നമ്മുടെ ചാനിന് ടൈം ഇല്ലാതിരിക്കോ സെറ്റ് എന്ന് പറയുന്നുണ്ട്. ചാനാണെങ്കിൽ ബാങ്കോക്കിൽ ചെന്നിട്ട് ചാനിന്റെ അമ്മേനെ കാണിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ആദ്യം എനിക്ക് വേണം എന്റെ ബോയ് ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കാനെന്ന്. നീ ശരിക്കും ഭയങ്കര ഹോട്ടാണ്, അത് നിനക്ക് തന്നെ അറിയാഞ്ഞിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ നമ്പർ ചോദിക്കുമെന്ന് ചാൻ പറയുന്നുണ്ട്. ടിന്നാണെങ്കിൽ ചാൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ടിന്നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ചാൻ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണില് ഒരു പെയിൻ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ അവസാനായിട്ട് കുറച്ചേരം കൂടിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലിലാണ് അവനുള്ളത്. നൈറ്റ് ടിൻ ഉറങ്ങിയതിന് ശേഷം വിലങ്ങ് വെച്ച് ടിന്നിന്റെ കയ്യെ ലോക്ക് ചെയ്യുന്നുണ്ട്. അവളെ കണ്ടിട്ട് എവിടെയോ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ താന്തായാണെങ്കിൽ തീന്റെ അടുത്ത് പോയിട്ട് ഫുഡ് വാരിത്തരാൻ പറയുന്നതും തീ അത് വാരി കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് സ്റ്റോറി ആയിട്ട് ഇടുവാണ്. ഇത് കണ്ടിട്ട് തത്തേപ്പാണെങ്കിൽ ഭയങ്കര കലിപ്പായിട്ട് രണ്ടിനെയും പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. തീന ഭയങ്കരമായിട്ട് അടിക്കുകയും ചവിട്ടും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് താന്തായി കെഞ്ചി പറയുന്നുണ്ട് ഒന്നും ചെയ്യല്ലേന്ന്. എന്താ പറയുന്ന വേണേലും കേട്ടോളാം, ഒന്നും ചെയ്യല്ലേന്ന് കുറേ കെഞ്ചി പറയുന്നുണ്ട്. അപ്പൊ അങ്ങേർക്ക് കുറച്ചും കൂടെ ദേഷ്യാണ് ഇരുന്നത്. പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് താന്താനെ എത്രയോ അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കേൾക്കാത്ത ആള് തീനെ കുറച്ചങ്ങ് അടിച്ചപ്പോഴേക്കും എന്ത് വേണേ ചെയ്യാന്ന് പറയുന്നത്. അങ്ങേർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കലിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെയും പോയിട്ട് തീക്ക് ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ട്. തീ തത്തേപ്പിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൻ നിങ്ങളുടെ മോൻ തന്നെയല്ലേ, നിങ്ങൾ അവനെ ഇതുവരേക്കും സ്നേഹിച്ചിട്ടേ ഇല്ലേ, എന്തിനാ എപ്പോഴും അവൻ ഇഗ്നോർ ചെയ്യുന്നത്? ചെറുപ്പം മുതലേ തന്നെ അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കാണുന്നതാണ് നിങ്ങൾ അവനിട്ട് അടിക്കുന്നത് എന്നൊക്കെ തീ പറയുമ്പം ഇപ്പൊ തത്തേപ്പ് താന്തായിന്റെ അടുത്ത് ഞാൻ നിന്നെ സ്നേഹിക്കാൻ ട്രൈ ചെയ്തിട്ടില്ലെന്നാണോ നിന്റെ വിചാരം? ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണിന്റെ ജീവൻ എടുത്താണ് നീ ലോകത്തേക്കാ വന്നത്. അവള് നിന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവള് മരിക്കുന്ന അറിഞ്ഞിട്ടും നിന്നെയാണ് അവള് ചൂസ് ചെയ്തത്. നീ ജനിച്ചത് നിന്റെ അമ്മേനെ കൊന്നിട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ നോക്കുന്നത് പോലെ ഇഷ്ടമല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കലിപ്പില് പറയുവാണ്. പക്ഷെ ഇത് കേട്ടിട്ട് പാവം താന്തായാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുവാണ്. അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സോറി ചോദിക്കുന്നുണ്ട്. ശരിയാണ്, അങ്ങേരെ ഏറ്റവും സ്നേഹിച്ച പെണ്ണ് താന്തായി ജനിച്ചപ്പോഴാണ് മരിച്ചത്. പക്ഷെ അവന്റെ അമ്മേന്റെ ജീവനെക്കാട്ടും പ്രാധാന്യം കൊടുത്തത് ഇവന്റെ ജീവനാണ്. അങ്ങനെയുള്ള പെങ്ങേര് ഇവന്റെ അടുത്ത് ഇമാതിരിയാണോ പെരുമാറേണ്ടത്? പാവം കൊച്ച് ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടിട്ട് തീ പറയുന്നുണ്ട്, നീ കരയരുത്, ഇത് നിന്റെ തെറ്റല്ല, ഇതില് നീ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഉറപ്പായിട്ടും ഈ സൈക്കോന്റെ അടുത്ത് നിന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഇതും കൂടെ കേൾക്കുമ്പോൾ തത്തേപ്പിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഭയങ്കരമായിട്ട് തീനിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചാൻ വിളിക്കുന്നത്. കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റാത്തത്, നാളെ എത്തും, വെയർ ഹൗസിനെ കാണാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ചാൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഈ അടിയിടിയെല്ലാം നിർത്തിയിട്ട് അങ്ങേരൊന്ന് പോകുന്നത്. ഇവിടെ നമ്മുടെ ടിന്നെണീറ്റ് നോക്കുമ്പം കൈയാണെങ്കിൽ ഹാൻഡ് കഫ് വെച്ച് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അടുത്ത് നോക്കുമ്പം ചാനയും കാണുന്നില്ല. ആകെപ്പെടെ ടെൻഷൻ ആവുന്നുണ്ട്. അതഴിക്കാൻ വേണ്ടി എങ്ങനെയും ശ്രമിച്ചുകൊണ്ടിരിക്കാണ്. ഇതേ സമയത്ത് നമ്മുടെ ചാനാണെങ്കിൽ നവീന്റെ അടുത്ത് കൊണ്ടുവിടുന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കാണ്. പോകുന്നതിന് മുന്നേ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കൈ തട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചാന്റെ അസിസ്റ്റന്റിനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ കുറെ അടിച്ചൊരു പരുവാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ചാനെ അടിച്ചാല് നവ്യ വെറുതെ വിടോ, അതുകൊണ്ടാണ് ഇമാര് കിട്ടിയിട്ടിരിക്കുന്നത്. ഭയങ്കര കലിപ്പില് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ചാനെ തൊടും, നിന്നെ എന്തിപ്പോ ചെയ്യേണ്ടത്, കൈ അങ്ങ് മുറിച്ചു കളയാന്ന് പറഞ്ഞിട്ടാണ് നവി നിൽക്കുന്നത്. അതൊന്നും വേണ്ട, വിട്ടേക്ക് എന്ന് ചാന്. അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരുപാട് അങ്ങ് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചാന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനെ ആവാനുള്ള പകുതി കാരണവും ഞാനാണ്. പണവും പവറുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിനെ പറ്റിയത് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒന്നും ഇല്ലാത്തതിനെക്കാട്ടും അത് നല്ലതാണെങ്കിലും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നീ എന്റെ വഴി തന്നെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കാര്യത്തില് നീ ഉള്ളതുപോലെ ഒരാളുണ്ടാവും എന്നൊക്കെ ചാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് പറയുന്നത്. ആള് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. അസിസ്റ്റന്റിനും ചാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അങ്ങേരെ നല്ലവനാക്കിയിട്ടുണ്ട്. നവീൻ ചാനയും കൂട്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് അവനെ തടഞ്ഞു നിർത്തിയിട്ട്
ടിന്നിന്റെ കാര്യം എന്ന് പറഞ്ഞ് ചാൻ തുടങ്ങുമ്പോഴേക്കും അവനെ 2 ദിവസം അടച്ചു തന്നെ വെക്കണം, എവിടെയും ഇടാൻ പാടില്ല, അത് കഴിയുമ്പം നീ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കണം എന്ന് നവീൻ പറയുന്നുണ്ട്. അത് മാത്രല്ല അവനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒരു പോറല് പോലെ അയക്കരുത് എന്ന് ചാന്. അവന്റെ മുഖത്തിനിട്ട് ഒരേ ഒരു പ്രാവശ്യം ഞാൻ കുത്തിക്കോട്ടെ, ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം കുത്തുള്ളൂ, അവൻ അമ്മാതിരിയാണ് നോക്കുക, ഒരേ ഒരു പ്രാവശ്യം എന്ന് നവീൻ ഭയങ്കര ക്യൂട്ടായിട്ട് ചോദിക്കുകയാണ്. ചാനാണെങ്കിൽ ഒരുമാതിരി ദേഷ്യത്തിലൊന്ന് നോക്കത്തേ ഉള്ളൂ, തൊട്ട് വരുന്നത് നല്ല രീതിക്ക്. ശരി ഓക്കെ എന്ന് നവീൻ ജസ്റ്റ് ഈ ഒരു എപ്പിസോഡിൽ വന്ന ക്യാരക്ടർ ആണെങ്കിലും പൊളിയാണ്. പ്രത്യേകിച്ച് അടുത്ത എപ്പിസോഡ് കൂടെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നവീൻ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. ആള് ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാൻ നിൽക്കുന്ന സമയത്താണ് ടിന്നെ വരുന്നത്. അതും ആ ബെഡ് പൊട്ടിച്ചിട്ടാണ് ആളിങ്ങോട്ടേക്ക് വന്നത്. ഇതാണ്ടിട്ട് നവീനാണെങ്കില് ഓ നീ അത് പൊട്ടിച്ചോ, ഞാൻ കഷ്ടപ്പെട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ മരിച്ചുപോട്ട് എത്ര കാലായി, ഇനി അത് എങ്ങനെ ശരിയാക്കുന്നു പറഞ്ഞ് പൊലമ്പിക്കൊണ്ടിരിക്കാണ്. ടിന്നിനാണെങ്കിൽ അതൊന്നും ഒരു വലിയ കാര്യമായിട്ടേ തോന്നില്ല. നീ ഇതങ്ങോട്ടേക്കാ പോന്നേന്ന് ചാന്റെ അടുത്ത് ചോദിക്കുമ്പം അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, തത്തേപ്പിന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. ആ ഒരു ഡോള് കൊടുത്തിട്ട് അങ്ങേരെ ഉപയോഗിക്കാന്നുള്ള കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം പറയാണ്. ഇത് കേട്ടിട്ട് ടിന്നാണെങ്കിൽ വിശ്വസിക്കാൻ അങ്ങ് തോന്നില്ല. ഇത് സത്യാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചാനാണെങ്കിൽ കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും അതൊക്കെ അടക്കി പിടിച്ച് ചിരിച്ചോണ്ട് നീ ഇപ്പോഴും ഒരു മണ്ടൻ തന്നെയാണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതാണോ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഒരിക്കലുമില്ല, ഞാൻ നിന്നെ യൂസ് ചെയ്തതാണ്. നീ പറഞ്ഞതുപോലെ ആൾക്കാരെ ട്രിക്ക് ചെയ്യുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഈവിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാണ്. ഈ വാക്കില് മാത്രമേ അതുള്ളൂ, കണ്ണൊക്കെയാണെങ്കിൽ ആകെപ്പെടാൻ നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് വിശ്വസിക്കത്തില്ല, നീ എന്തോ ചെയ്യാൻ പോകുന്നേന്ന് ടിന്നെ ചോദിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കരച്ചിൽ അടക്കി പിടിച്ച് ദേഷ്യമുള്ളതൊക്കെ കാണിച്ച് നീ എന്തൊരു മണ്ടനാണ്, ഞാൻ എന്റെ അടുത്ത് എത്ര ആവശ്യം പറയണം, ഞാൻ പ്ലാൻ ചെയ്യുന്നത് നിന്നെ പറ്റിക്കാനാണ്, എന്നിട്ട് തത്തേപ്പിന്റെ അടുത്ത് ഈ ഒരു എവിഡൻസ് കൊണ്ടുകൊടുക്കാൻ പോവാണ്, പൈസ മേടിക്കാൻ പോവാണ് എന്നൊക്കെ ചാൻ പറഞ്ഞ് അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ വോയിസ് പോലും ഇടറുന്നുണ്ട്. ചാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ടിന്നിനാണെങ്കിൽ ഉറപ്പായിട്ട് വിശ്വസിക്കാനേ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ നോക്ക്, കണ്ണിൽ നോക്കിയിട്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറ, നോക്ക് എന്ന് പറഞ്ഞിരിക്കാണ് ടിന്ന്. അവനാണെങ്കിലും ഭയങ്കര ഇമോഷണൽ ആണ്. പക്ഷെ അതിൽ കൂടുതല് ചാനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കരഞ്ഞു പോവാണ്. ടിന്നിനന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത്, എന്താണേലും നീ എന്റെ അടുത്ത് പറ, നിനക്ക് ഞാനുണ്ട്, ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല എന്നൊക്കെ ടിന്നറിയുമ്പം ചാനാണെങ്കില് അവന്റെ കഴുത്തിൽ അവന്റെ അമ്മേന്റെ റിങ്ങുള്ളൊരു ചെയിൻ ഉണ്ടല്ലോ, അതെടുത്ത് ടിന്നിന്റെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട്. വല്ലപ്പോഴും എന്നെ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടിന്നിനെ പിടിച്ച് തള്ളിവിടുന്നു. അപ്പൊ നവീന്റെ ആൾക്കാര് ടിന്നിനെ പിടിച്ചു വെക്കുന്നുണ്ട്. നീ എന്തുവാ ചെയ്യാൻ പോകുന്നേന്ന് ടിന്നെ ചോദിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളില് നവീൻ നിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിടും, എന്നെ വിശ്വസിക്ക്, എല്ലാം ശരിയാവുന്നും പറഞ്ഞ് ചാൻ അവിടെ നോക്കുവാണ്. ടിന്നാണെങ്കില് ആ പിടിച്ചു വെച്ചെടുത്തുനിന്ന് പിടിപിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ കൊണ്ടാണെങ്കില് പറ്റുന്നില്ല. ഈ സമയം കൊണ്ടാണെങ്കില് ചാനെ ഭയങ്കര വിഷമത്തില് ഏകദേശം കരയുന്ന കണക്കാണ് ആ വണ്ടിയിലേക്ക് കേറിയിരിക്കുന്നത്. പോവല്ലേന്ന് ടിന്നവിടെ കെഞ്ചി പറയുന്നുണ്ട്. ചാൻ അവിടെ നിന്ന് നവീന്റെ കൂടെ പോകുന്നേയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ചാൻ അവന്റെ അമ്മേന്റെ മെമ്മോറിയലില് പോയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. എന്തൊക്കെ നടന്നാലും കൂടെ നിൽക്കണമെന്ന്. എന്നിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായെന്ന് ചോദിച്ച് നമ്മുടെ റോസിന് മെസ്സേജ് അയക്കുന്നുണ്ട്. റോസ് ആണെങ്കിൽ അവിടെ കുറെ കാര്യങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്യാമറ പോലെയുള്ള കുറെ സാധനങ്ങൾ. ഇതേ സമയത്ത് മായ ആണെങ്കിൽ നൈറ്റ് ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പാവം നമ്മുടെ ടിന്നാണെങ്കിലോ എങ്ങനെയെങ്കിലും വാതില് ചവിട്ടി പൊളിച്ചെങ്കിലും പുറത്തു പോകാൻ നോക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല. പുറത്താണെങ്കിൽ നവീന്റെ ആൾക്കാരും നവീനും കാവലിരിപ്പുണ്ട്. ഇതാ നോക്ക്, എത്ര ചവിട്ടിയിട്ടും കാറിയിട്ടും കൂവിയിട്ടും ഒന്നും ഒരു കാര്യമില്ല, നിന്നെ എന്തായാലും പുറത്തേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ നിൽക്കുന്നത്. നീ എന്നെ പുറത്ത് വിടുന്നില്ലെങ്കിൽ വേണ്ട, പോയിട്ട് ചാനെ സഹായിക്കുമെങ്കിലും ചെയ്യ, അവന് പാപത്തിലാണ് എന്ന് ടിന്ന്. എന്തോന്ന് ആപത്ത്? ചാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞില്ലേ, എന്നിട്ട് നീ ഇപ്പോഴും അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കാണോ? ഇതാ നോക്ക്, നിനക്ക് ചാനിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അവന്റെ എക്സ് എന്നുള്ള നിലയ്ക്ക് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അവൻ ഭയങ്കര കോൾഡ് ബ്ലഡഡ് ആണ്, ക്രൂവലാണ്, ഡേഞ്ചറസ് ആണ്, പക്ഷേ ക്യൂട്ടുമാണ്. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടത്. നിന്നെ പോലെയുള്ളവർക്ക് എന്റെ അത്രയൊന്നും ചാനെ ഒരിക്കലും മനസ്സിലാക്കാനേ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നവീൻ നിൽക്കുന്നത്. ടിന്നാണെങ്കിൽ അവിടെ ഒടുക്കത്തെ കലിപ്പിലാണ് നിൽക്കുന്നത്. നിനക്കാണ് അവനെ അറിയാത്തത്. അറിയാമായിരുന്നെങ്കിൽ നിന്നെ അവനിങ്ങനെ മണ്ടനാക്കിയിട്ട് പോകത്തില്ലായിരുന്നു. നീ ശരിക്കും മണ്ടനാണെന്ന് പറഞ്ഞിട്ട് കാറ് പൊളിച്ച് ചവിട്ടിക്കൊണ്ടിരിക്കാണ് വാതിലിന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നവീന് ദേഷ്യം വരാതിരിക്കോ? അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരും കൂടെ റിങ്ങില് നിൽക്കുവാണ് ബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നവീനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 3-4 ആൾക്കാരുണ്ട്, നവീന്റെ ആൾക്കാര്. ബോസാണ് പൊളി ഓസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിന്ന് ഈ ഒരു മാച്ചിൽ ജയിക്കുകയാണെങ്കിൽ ചാൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നവീനാണെങ്കിൽ നാക്കം കൊണ്ട് അടങ്ങിയിരിക്കാണ്ട് അതും കൊണ്ടും ഫൈറ്റ് ചെയ്യാണ്. നിനക്ക് ചാനിനെ കുറിച്ച് അറിയാമെന്നാണ് വിചാരം, അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ഒരിക്കലും ചാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടിന്നിനിട്ട് ഒരുപാട് അടിയും കൊടുക്കുന്നു. അവൻ ബോധം കെട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ചാൻ അവന്റെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്ത ആ ഒരു മാല താഴെ വീണ് നടക്കുന്നത്. അത് കാണുമ്പം എവിടുന്നോ എനർജി കിട്ടിയ കണക്ക് എണീക്കുവാണ്. ചാനെ രക്ഷിക്കലാണല്ലോ ടിന്നിന് ഇപ്പൊ ഏറ്റവും പ്രധാനം. പിന്നെ അങ്ങോട്ട് നവീനാണ് ഭയങ്കരമായിട്ട് അടി മേടിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ചാൻ എന്നെ ഇഷ്ടമല്ലായിരിക്കാം, എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, അവൻ എന്തൊക്കെ കാണിച്ചാലും അവനിപ്പോൾ ആപത്തിലാണ്, എനിക്ക് അവനെ രക്ഷിക്കാൻ പോയേ പറ്റുമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് നവീനായിട്ട് അടിക്കുന്നുണ്ട്. താഴെ വീഴാൻ പോകുന്ന നവീനെ പിടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ടിന്നിനെ പിടിച്ച് മാറ്റി വിട്ടിട്ട് അവിടെ നിലത്ത് വീഴുവാണ്. അങ്ങനെ ജയിച്ചത് ടിന്നാണല്ലോ. നവീൻ ഒരു ബൈക്കും കൊടുത്തിട്ടാണ് ടിന്നിനെ വിടുന്നത്. ഇങ്ങനെ ബൈക്ക് തന്നതിന് താങ്ക്സ് എന്ന് ടിന്ന് പറയുന്ന സമയത്ത് നമ്മളെ നവീനാണെങ്കിൽ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞിട്ട്, നീ ഉറപ്പായിട്ടും ബൈക്കിൽ നിന്ന് താഴെ വീട് ചാവിടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സെറ്റ് എന്നുള്ള രീതിക്ക് ടിന്നെ കൈ കാണിക്കുമ്പം എന്തോടെ എല്ലാം കൂടെ നോക്കിയിരിക്കുന്നത്. ഇവൻ താഴെ വീട് മരിക്കാൻ വേണ്ടിയിട്ട് ശപിക്കാൻ വേണ്ടി നവീൻ ബാക്കിയുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാണ്. വീണ് മരിക്കുന്ന് അവന്മാരാണെങ്കിൽ കോറസ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, അതായത് നവീൻ്റെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് നവീൻ ഇത്രത്തോളം ഇഷ്ടം തോന്നിയതും. ഇവിടെ നമ്മളെ താന്തായാണെങ്കിൽ ഫ്ലൈറ്റിലാണുള്ളത്. ആള് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓക്കെ ആണോ എന്ന്. താന്തായിൻ്റെ കൂടെയുള്ള ആള് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ തീയാണെങ്കിൽ അവനെ കെട്ടിയിട്ടെടുത്ത് കാവല് നിൽക്കുന്നവരുടെ അടുത്ത് എന്നെ ഒന്ന് അഴിച്ചുവിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നീ പോയിട്ടും കാര്യമൊന്നുമില്ല, യങ് മാസ്റ്റർ ഇപ്പം ഫ്ലൈറ്റിലായിരിക്കുന്നവര് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നാണ്. അപ്പോഴാണ് അവിടെ വെള്ളം കാണുന്നത്. എനിക്ക് ദാഹിക്കുന്ന കുറച്ച് വെള്ളം വേണമെന്ന് പറയുമ്പം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് തുറന്ന അല്ലാതെ ഞാനിങ്ങനെ കുടിക്കാനാന്ന് പറയുമ്പം അവരത് തുറന്ന് വായിലും വെച്ച് കൊടുക്കുന്നു. തീ അയാളെ അടിച്ചിട്ട് ആ കസാരയും പൊട്ടിച്ച് അവിടെയുള്ളവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെയും കുറെ ആൾക്കാരുണ്ട്. അവരെ കമ്പ് വെച്ച് ഇവനെ അടിച്ചിടുവാണ്. അവൻ വീഴുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ടിന്ന് വരുവാണ്. പയ്യന്മാർ രണ്ടുപേരും നന്നായിട്ട് ഫൈറ്റ് ചെയ്യല്ലോ. അങ്ങനെ അത്രയും പേരുടെ അടുത്ത് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടീം വർക്ക് സെറ്റാണ്. ലേശം ഇവർക്കും കിട്ടുന്നുണ്ടെങ്കിലും അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞിട്ട് ചാൻ എവിടെയാ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്ന് തീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോൺ തത്തേപ്പ് അയാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട ആ ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ടിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തീ നേരെ നമ്മുടെ താന്തായിനെ അന്വേഷിച്ചാണ് പോകുന്നത്. തീന്റെ ഗസ് കണക്ക് തന്നെ നമ്മുടെ ചാൻ ആ ഒരു വെയർ ഹൗസിലാണ് ഉള്ളത്. അവന്റെ കയ്യിൽ തന്നെ ആ ഒരു പാവയുണ്ട്. അതേ സ്ഥലത്ത് ക്യാമറയൊക്കെ വെച്ച് സെറ്റായിട്ട് ഒരു വാനിലിരിക്കുകയാണ് നമ്മുടെ റോസും മായയും. അങ്ങോട്ടേക്ക് തത്തേപ്പ് വരുന്ന സമയത്ത് എന്തിനിങ്ങനെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് വന്നത്, നമ്മളെ നെഗോഷിയേറ്റ് ചെയ്യാനല്ലേ വന്നത് എന്ന് ചാൻ ചോദിക്കുന്നുണ്ട്. നീ വേണ്ടാത്ത പരിപാടിയൊന്നും കാണിക്കൂലെങ്കിൽ ഇവരെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തത്തേപ്പും. അതെങ്ങനെ അങ്ങനെ വരാ, ഒരു പ്ലാൻ ബി ഇല്ലാണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അഥവാ ചാനിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഓഡിയന്റെ കോപ്പീസ് ഉണ്ട്. അത് മാത്രല്ല, അഥവാ ഇവൻ 24 മണിക്കൂറിൽ പാസ്വേഡ് അടിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു എവിഡൻസ് മൊത്തത്തില് പോലീസിന്റെ അടുത്തേക്കും തത്തീപ്പിന്റെ എനിമീസിന്റെ അടുത്തേക്കും പോകും. അത് നല്ല പ്ലാനാണ് എന്ന് തത്തീപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ ഡീലിലേക്ക് കടക്കാൻ പറയാണ്. എത്ര പൈസ നമ്മുടെ ചാന് വേണമെന്ന് ചോദിക്കുമ്പം എനിക്ക് പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്താൽ മതി എന്നറിയാണ്. അതായത് ലൈഫ് ലോങ് അങ്ങേരുടെ പവറിന്റെ ബെനിഫിറ്റ് ചാനിന് കിട്ടണമെന്ന്. അതൊരു നല്ല ഐഡിയ ആണെന്ന് തത്തീപ്പ്. അതെ അതെ, ആർക്കും നഷ്ടമില്ലെന്ന് ചാൻ. ടോണിന്റെ കാര്യത്തില് ഇന്നും കൊണ്ടൊരു തീരുമാനമാക്കണം എന്നുള്ള രീതിക്ക് തത്തീപ്പ് പറയുന്നുണ്ട്. അതിന് ഞാനുണ്ട്, അതൊക്കെ സിമ്പിൾ ആയിട്ട് എന്നെ കൊണ്ട് സെറ്റാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അന്ന് എന്താണ് നടന്നതെന്ന് എനിക്ക് അറിയണമെന്ന് ചാൻ പറയാണ്. ചാനിങ്ങേറിന്റെ കൂടെ നിൽക്കുന്ന വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിന്നും ചാനും കൂടെ ഒരുമിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ടിന്ന് ചാന്റെ മേലെ ഇപ്പം ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ട് ചാൻ പറഞ്ഞാല് എന്തും ടിൻ കേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തത്തേപ്പ് ഏകദേശം ഓക്കെ ആയി വരുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് പോക്കറ്റില് കൈയിടുവാണ്. ഇതാണ് റോസിനും മായക്കുള്ള സിഗ്നല്.
അങ്ങനെ അവരും ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ തത്തേപ്പാണെങ്കിൽ അന്ന് നടന്ന എല്ലാ കാര്യവും റിപ്പോർട്ടറെ കൊന്നത്, നമ്മുടെ ടൗണിനെ കൊന്നടക്കം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എടുത്ത് നമ്മുടെ ചാനലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുവഴി 256K ആൾക്കാരാണ് കാണുന്നതും ലൈവിലൂടെ. അങ്ങനെ ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് കൺഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. നാട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കര ചർച്ച. ഏകദേശം എല്ലാം പറഞ്ഞു കഴിയുന്ന സമയത്ത് തത്തേപ്പിൻ്റെ ആൾക്ക് ഒരു കോള് വരികയാണ്. ഇങ്ങനൊരു ലൈവ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എടുത്ത് നോക്കുമ്പം സംഭവം ഉള്ളതാണ്. നേരെ തത്തേപ്പിൻ്റെ അടുത്ത് പോയി പറയുമ്പോഴാണ് തത്തേപ്പിന് മനസ്സിലാവുന്നത് ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്ന്. പണി പാളിയെന്ന് മനസ്സിലാവുമ്പം ചാൻ അവിടെയുള്ള മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അതും പറിച്ച് എറിഞ്ഞളയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഒളിച്ചിരിക്കുന്നു. ചാനെ കൂട്ടാൻ വരാമെന്നും പറഞ്ഞ് റോസൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാനിപ്പോഴും വെയർ ഹൗസിൽ തന്നെയാണ് എന്ന് ചാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാളെ അടിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും കറണ്ടും വരുന്നു. ഒളിച്ചും പാത്തും പോകുന്ന സമയത്താണെങ്കിൽ ഒരാൾ കറക്റ്റ് തലയ്ക്ക് തന്നെ ഗണ്ണ് ചൂണ്ടി നിൽക്കുകയാണ്. ഈ സാർ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് എപ്പോഴത്തെ പോലെ തന്നെ ചാൻ അവൻ്റെ അടവെടുക്കുകയാണ്. ഇവനിങ്ങനെ പേടിച്ച് സംസാരിച്ച് റെഡിയാക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ ആരും എടുത്തിട്ട് അടിക്കുവാണ്. നോക്കുമ്പോൾ നമ്മുടെ ടിന്ന് അങ്ങനെ അടിച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ചാനാണെങ്കിൽ അവിടെ അയാളുടെ അടുത്ത് നിന്ന് വീണ് പോയാൽ തോക്കെടുക്കാൻ പോവാണ്. അപ്പം ചാൻ്റെ മേത്ത് വെടി കൊള്ളുന്നുണ്ട്. നോക്കുമ്പം തത്തേപ്പാണ്. രണ്ടിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് തത്തേപ്പ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിന്നാണെങ്കിൽ അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരു തോക്ക് പിടിക്കുവാണ്. ഇവര് തോക്കിന് വേണ്ടി ബലപ്പെടുത്തം ഉണ്ടാക്കുമ്പം നമ്മുടെ ടിന്ന് ചാൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുവാണ്. കുറേ നേരത്തെ ബലപ്പെടുത്തത്തിന് ശേഷം തത്തേപ്പാണെങ്കിൽ ടിന്നിൻ്റെ തലയ്ക്കടിച്ച് നേരെ വെടി വെക്കാൻ പോവാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് ചാനാണെങ്കിൽ അതിൻ്റെ നേരെ മുന്നേ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ വെടി കൊള്ളുന്നത് ചാനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെയും വെടി വെക്കുവാണ്. ചാൻ അപ്പോഴും ടിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കണക്കാണ് നിൽക്കുന്നത്. ആ വെടി ഫുള്ള് കൊള്ളുന്നത് ചാൻ്റെ മേത്താണ്. ഒരു 3-4 കൊള്ളുന്നുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാൽ പിന്നെ കപ്പിളായിട്ട് എന്നെ മേപ്പോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങേരിട്ടേ വെടി വെക്കുന്നത്. ചാനിങ്ങനെ വെടി കൊള്ളുന്നതാണെങ്കിൽ ടിന്നിനെ കൊണ്ട് കാണാൻ പോലും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ചാനാണെങ്കിൽ അപ്പോഴും നീ ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. ടിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചേക്കുമ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ച് നരകത്തിലേക്ക് പോക്കുമെന്ന് പറഞ്ഞ് തത്തേപ്പ് ടിന്നിനെയും കൂടെ വെടിവെക്കാൻ വേണ്ടി അടുത്തേക്ക് വരുവാണ്. അപ്പം അങ്ങേരുടെ അടുത്തേക്ക് ആരോ ഷൂട്ട് ചെയ്യാണ്. നോക്കുമ്പോൾ നമ്മുടെ റോസും മായയാണ്. അങ്ങനെ അങ്ങേരെ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. റോസും മായയും വന്ന് നോക്കുമ്പം ചാൻ അവിടെ ബോധമില്ലാതെ കിടക്കുമല്ലേ. ഇവരും ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. ടിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പം നമ്മുടെ ചാൻ എണീക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് ഇട്ടുകൊണ്ട് നമ്മുടെ ചെക്കന് വെടിയൊന്നും കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്. ചാൻ ജീവൻ അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് അവർക്കൊക്കെ സമാധാനമാവുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ടിന്നിന്. ഇതേ സമയത്ത് നമ്മുടെ തീ ആണെങ്കിൽ എയർപോർട്ടിലേക്ക് നല്ല സ്പീഡിൽ പോയിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് താൻ പോവേണ്ടിയിരുന്ന ഫ്ലൈറ്റ് ഓൾറെഡി പോയെന്ന്. ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന കരയാണ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഇവനിങ്ങനെ കരയുന്ന കണ്ടിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്ത് മാറിയിരുന്ന ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ താന്തായി വരികയാണ്. രണ്ടുപേർക്കും ആണെങ്കിൽ ഭയങ്കര സന്തോഷം. താന്തായി എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും പറ്റത്തില്ലല്ലോ. ഇവനാണെങ്കിൽ എനിക്ക് പുറത്തോന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഭ്രാന്തനെ പോലെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി. അങ്ങനെ അവർ തന്നെ ഇവനെ പിടിച്ച് പുറത്താക്കിയതാണ്. അത് മാത്രമല്ല ഇനി ഒരിക്കലും ഫ്ലൈറ്റിൽ കയറാനും പറ്റത്തില്ല. താന്തായി ശരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് തീനെ അവൻ്റെ അച്ഛൻ കൊന്നിട്ടുണ്ടാവും എന്നാണ്. ഇപ്പം ഇങ്ങനെ ജീവനോടെ കണ്ടപ്പം രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. ആ ഒരു ലൈവ് സ്ട്രീം ഭയങ്കര വൈറലായതുകൊണ്ട് തന്നെ തത്തേപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ചാൻ്റെ കയ്യിൽ വെടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നമ്മുടെ ടിന്നാണെങ്കിൽ ഓറഞ്ച് എടുത്ത വായിൽ വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഓറഞ്ച് വേണ്ട, വെള്ളം മതിയെന്ന് ചാന്. എന്നാൽ പിന്നെ വെള്ളം ഇട്ട് കൊടുക്കുമ്പം എനിക്ക് ഓറഞ്ച് വേണ്ട, വെള്ളവും വേണ്ട, ആപ്പിൾ വേണമെന്ന് ചാന്. ശരി എന്നുള്ള രീതിക്ക് ആപ്പിൾ എടുത്ത് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് റാബിറ്റിനെ പോലെയുള്ള ഷേപ്പിൽ മുറിച്ച് തരാൻ പറയാണ്. പിന്നെ ഒരുമാതിരി കുറച്ച് ദേഷ്യപ്പെട്ട് നോക്കുന്ന പോലെ നോക്കുന്ന വേണ്ടിയിട്ട് അതെന്താ അങ്ങനെ, എനിക്ക് വയ്യല്ലോ, ഒന്ന് മുറിച്ച് വന്നാലെന്ന് ചാനൊരുമാതിരി കൊഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ്. ഇത് നോക്ക്, ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന് ടിന്ന്. സ്വന്തമായിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തതിന് നന്നായിട്ട് വഴക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യവും പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി പരിപാടിയാണ് ചെയ്യുന്നു. വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ആ പാവയിലാണെങ്കിൽ ഉണ്ടായിരുന്ന റെക്കോർഡൊന്നും കോർട്ടിന് മതിയാവത്തില്ല. പിന്നെ ഈ ഒരു ലൈവ് സ്ട്രീം ചെയ്തതാണെങ്കിലും അത്രയ്ക്ക് വലിയ തെളിവൊന്നുമില്ല, കോടതി അംഗീകരിക്കൊന്നും ഉറപ്പൊന്നുമില്ലെന്ന് ചാൻ പറയുന്നുണ്ട്. ചിലപ്പം തത്തേപ്പ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയേക്കാന്ന്. പക്ഷെ അങ്ങേരെ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ എത്ര വലിയൊരു ലോയറാണ്. നിന്റെ ബോയ് ഫ്രണ്ട് വളരെ സ്മാർട്ടാണെന്ന് ചാൻ ടിന്നിൻ്റെ അടുത്ത് പറയാണ്.
അതേ ശരിയാണെന്ന് ടിന്നും ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്തുള്ള ദേഷ്യം കളയാവോ എന്ന് ചാൻ ചോദിക്കാണ്. ആ ഓക്കെ എന്ന് പറയുമ്പം എന്നാ പിന്നെ റാബിറ്റിനെ പോലെ ആപ്പിള് വെട്ടിത്തരാൻ പറയാണ്. ടിന്നാണെങ്കിൽ ചാൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇല്ല പറ്റത്തില്ല, ഇവിടെ ക്യൂട്ടായിട്ടുള്ള പപ്പി മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. പപ്പിയോ? അതെങ്ങനെ ക്യൂട്ടാവുക, അത് ക്രേസി ആയിരിക്കും എന്ന് ചാൻ പറയുന്നതിന് ശരിക്കും എന്നും ചോദിച്ച് ടിന്നെ കിസ് ചെയ്യാൻ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഡോർ തുറന്ന് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. ചാൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം ടിന്നെ മുത്തശ്ശിൻ്റെ അടുത്തേക്കാണ്. അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ ടിന്നിൻ്റെ അടുത്ത് നോക്ക്, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ ഉണ്ട്, അവരിതൊക്കെ കാണുന്ന പറഞ്ഞ് കിസ് ചെയ്യുന്ന നടക്ക ഒരു ആക്ഷൻ കൂടെ കാണിക്കുകയാണ്. ടിന്നെ ചാനെ നോക്കുമ്പോഴാണെങ്കിൽ ചാനൊരു മാതിരി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ താന്തായും തീയും കൂടെ വക്കീലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. തത്തീപ്പ് താന്തായിനെ കാണുക വേണ്ടെന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങേരെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോവാണ്. താന്തായിക്കാണെങ്കിൽ ഭയങ്കര വിഷമം, ഈ ഒരു സിറ്റുവേഷനിൽ പോലും അച്ഛന് എന്നെ കാണണ്ടല്ലോ എന്ന്. തീയാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഇതേ സമയത്ത് കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റലിലെ സഹവാസത്തിന് ശേഷം നമ്മുടെ ടിന്നും ചാനും കൂടെ തിരിച്ച് ചാൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ വീട് ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാനകത്തേക്ക് കയറി വരുന്നത് തന്നെ. ടിന്നിൻ്റെ അടുത്ത് ചാൻ പറയാണ്, എന്നെ കൊണ്ടുവിട്ടില്ലേ, എന്നാ പിന്നെ പൊക്കോന്ന്, നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, ഞാൻ നിന്നെ നോക്കാന്ന് ടിന്നു പറയുന്ന സമയത്ത് എന്നെ നോക്കാനോ, അതിന് നീ ഡോക്ടറോ നേഴ്സോ ഒന്നല്ലല്ലോ, തായ്ക്കൊണ്ടോ ടീച്ചർ അല്ലേന്ന് ചാന്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തായിരുന്നു, നമുക്കിപ്പോൾ കുറേ നേരം മര്യാദയ്ക്ക് സംസാരിച്ചിരിക്കാലോ എന്ന് ടിന്നു പറയുന്ന സമയത്ത് നിനക്ക് എന്നെ മിസ് ചെയ്തു, ശരി ഓക്കെ, എന്നെ മിസ് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് ചാന്. സംസാരിക്കാൻ മാത്രമല്ല നിനക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാന്ന് ടിന്നു പറയാണ്. ടിന്നു പറയുന്ന മീനിങ് ചാന് മനസ്സിലായെങ്കിലും എന്തെന്ന് ചോദിക്കാണ്. എന്ത് വേണേലും ടിന്ന്. അപ്പൊ ചാനാണെങ്കിൽ കണ്ണിങ് ആയിട്ട് ഒന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട്. ആ സ്മൈൽ ചെയ്തതിന്റെ ഉദ്ദേശം വേറൊന്നല്ല, ടിന്നിനെയും കൊണ്ട് വീട്ടിലെ പണിയെടുപ്പിക്കാനാണ്. ഈ ഒരു സീൻ കണ്ടപ്പം പ്രപ്പായിനെ സ്കൈനെ ഓർമ്മ വന്ന്. പാവൻ ടിന്ന് വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നത് ചാനാണെങ്കിൽ ഭയങ്കര ആസ്വദിച്ച് നോക്കി ചിരിച്ചോണ്ടിരുന്ന് ടിന്നിന്റെ അടുത്ത് പോയി പറയാണ്, ഈ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ ഞാൻ കുളിക്കുന്നിടത്ത് വെയിറ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് പോരേന്ന്. പെട്ടെന്ന് തീർന്നെങ്കിൽ പെട്ടെന്ന് വന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ചാൻ അവിടുന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മീനിങ് നമ്മുടെ ടിന്നിന് മനസ്സിലാവുന്നത്. കുളിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണെന്ന്. അതിനാളും ഭയങ്കര ഹാപ്പി ആയിട്ട് ക്യുക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ചാൻ എണീറ്റ് നോക്കുമ്പം അടുത്ത ടിന്നിനെ കാണുന്നില്ല. നോക്കുമ്പോൾ അവിടെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നൊരു സ്റ്റിക്കി നോട്ട് വെച്ച് സ്മൈലിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എണീറ്റ് നോക്കുമ്പം ടിവിന്റെ മേലെ നല്ലൊരു ഡീപ്പ് ബ്രീത്ത് അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഹാർട്ടിന്റെ സിമ്പിളൊക്കെ ഇട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാളിൽ പോയി നോക്കുമ്പോൾ ലാമ്പിന്റെ മേലെ ടേബിൾ നോക്കാൻ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ടേബിളാണെങ്കിൽ ഒരു അടിപൊളി ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ട്, ഒരു ബൊക്കെ. അതിൽ നോക്കുമ്പം നേരെ നോക്കുന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുമ്പം നമ്മുടെ ടിന്ന് ഒരു ഗിറ്റാറൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാട്ട് പാടുവാണ്. ഒരു പ്രപ്പോസ് ചെയ്യുന്ന കണക്കൊക്കെയുള്ള ഒരു പാട്ട്. അതും കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചാൻ നിൽക്കുന്നത്. ടിന്നാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പാടുന്നത്. അങ്ങനെ പാട്ടൊക്കെ പാടിയതിന് ശേഷം ഒരു റിങ് എടുത്ത് നീട്ടുവാണ്. അത് കണ്ടിട്ട് ചാനാണെങ്കിൽ ഒന്നും അറിയാത്ത കണക്ക് എന്തോ ഇതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാരി മീനും ചോദിച്ച് ടിന്നെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ചാനാണെങ്കിൽ പറയാണ്, അതിനിവിടെ സെയിം സെക്സ് മാരേജ് ലീഗൽ അല്ലല്ലോ എന്ന്. ഇപ്പം അല്ലായിരിക്കാം, പക്ഷെ ഒരു ദിവസം ആവും. ഒരുപാട് പേര് റിഫ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് നടക്കുകയും ചെയ്യും. പ്രണയത്തെ തടയാൻ ആർക്കും ആവില്ലെന്ന് പറയാണ്. അപ്പം ചാനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിയമത്തെക്കുറിച്ച് പറയാണ്. അതായത് എല്ലാവർക്കും ഇതിനൊക്കെ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്ന്. ഒരു ചെക്കനും അല്ലെങ്കിൽ പെണ്ണും പെണ്ണുമാണെന്ന് വെച്ച് സ്നേഹിക്കുന്നവരെ വിവാഹം ചെയ്തുകൂടാ എന്ന് പറയുന്നത് ഈക്വാലിറ്റി അല്ലല്ലോ. ആ കാര്യം പറയാണ്. നീ എന്തിപ്പോൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നത്? ഇപ്പം നീ എന്നെ കെട്ടുവോ ഇല്ലേ എന്ന് ടിന്ന് ചോദിക്കുകയാണ്. ചാനാണെങ്കിൽ തിരിഞ്ഞു നിന്ന് ലേശം ആലോചിക്കുന്ന കണക്ക് നിന്നിട്ട് പെട്ടെന്ന് കൈ നീട്ടി കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ടിന്നത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതാ നോക്ക്, നിനക്ക് എന്നെ വിട്ടു പോകണമെന്നോ അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്യാനോ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് വഴിയുണ്ട് എന്ന് പറഞ്ഞ് ടിന്ന് നൈസായിട്ടൊന്ന് ചാന് നൈസായിട്ടൊന്ന് ടിന്നിനെ ഭീഷണിപ്പെടുത്തുവാണ്. അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞ് ടിന്നെ തമാശയ്ക്ക് ആ ഒരു മോതിരമാകാൻ നോക്കുമ്പം ചാനാണെങ്കിൽ പിണങ്ങി നിൽക്കാണ്. അങ്ങനെ കവിളിലൊരു കിസ്സൊക്കെ കൊടുത്ത്, ഒന്നല്ല കുറേ കിസ്സൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ അയ്യോ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് ചാനാണെങ്കിൽ പോകുന്നു. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെൻറ്റ്.
അങ്ങനെ അടുത്ത സീനില് അങ്ങനെ രണ്ടുപേരും കൂടെ വെഡിങ് ഇൻവിറ്റേഷൻ നമ്മുടെ മായ്ക്കും റോസിനും കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഭയങ്കര വെഡിങ് പ്രിപ്പറേഷൻസ് ആണ്. നമ്മുടെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുന്നു. പയ്യന്മാർ രണ്ടും കൂടെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു. മാരേജ് നടത്തേണ്ട സ്ഥലമൊക്കെ കണ്ട് എല്ലാം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ചാൻ്റെ അമ്മേൻ്റെ അടുത്ത് ടിന്നെ കൂട്ടിയിട്ട് പോയിട്ട് ആ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് ചാനും സംസാരിക്കുന്നുണ്ട്. അമ്മേൻ്റെ മോനെ നന്നായിട്ട് നോക്കിക്കൊള്ളാന്ന് ടിന്നും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മേനെ കണ്ട് പുറത്തേക്ക് വരുന്ന സമയത്താണ് നവീൻ വീഡിയോ കോൾ ചെയ്യുന്ന. പാവം കരഞ്ഞ് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ചുകൊണ്ട്, നീ ശരിക്കും ആ പന്നീനെ വിവാഹം ചെയ്യാൻ പോവാണോ? നീ ശരിക്കും ആലോചിച്ചിട്ട് വേണം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാണ്. നീ ഇപ്പം അവൻ്റെ കൂടെ അല്ലേ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞ് ടിന്നിന് ഫോണും കൊടുപ്പിക്കുന്നുണ്ട്. നീ ആരാന്നോ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് ആദ്യം ചൂടായിട്ട് അവനെ വല്ലതും വിഷമിപ്പിച്ച് ഹാർട്ട് ബ്രോക്കൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്ന പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. അവരെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാൻസ് ഉണ്ടാവും. അത് നല്ലതാണ്. ഇപ്പൊ തന്നെ നീ ചാൻ്റെ അടുത്ത് ബ്രേക്കപ്പ് ആക്കണം, അവനെ വിഷമിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടിന്ന് പറയുന്നതാണെങ്കിൽ അതുക്കും മേലെ നിന്റെ ബ്ലെസ്സിങ്ങിനെ വളരെ നന്ദിയുണ്ട്, ഞങ്ങളുടെ വെഡിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാട്ടോ എന്ന് പറയാണ്. എടാ ഞാൻ നിന്നെ ബ്ലെസ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് നവീനെ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. ഈ സീരീസിൽ എനിക്ക് നവീനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനുള്ള കാരണവും ഇവരിങ്ങനെ ക്യൂട്ടായിട്ട് ഓരോന്ന് കാണിക്കുന്നതാണ്. ഇവിടെ ജയിലിലെ അന്തേവാസികളൊക്കെ കൂടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് തത്തേപ്പ് വരുന്നത്. അങ്ങേരെ കണ്ടതും എല്ലാവരും അവിടുന്ന് സൈലന്റ് ആയിട്ട് പോകുന്നുണ്ട്. തത്തേപ്പ് വിളിച്ചിട്ട് ചാൻ തത്തേപ്പിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങേരാണെങ്കിൽ ഇവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തുവാണ്. ഞാൻ കുറെ കാലം ഒന്നും ഇവിടെ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങും, വന്നിട്ട് നിന്നെയും നിന്റെ ചെക്കനെയും നിന്റെ ഫാമിലിനെ അടക്കം ആരെയും വെറുതെ വിടത്തില്ല, നീ കാത്തിരുന്നോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങേരെ അവിടെ നിന്ന് പോകുന്നത്. അന്ന് നൈറ്റ് ആണെങ്കിൽ ഇങ്ങേരെ കുളിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് കുറെ പേര് വന്നിട്ട് ഇയാളെ ഭയങ്കരമായിട്ടിട്ട് അടിക്കുവാണ്. പിറ്റേന്ന് ന്യൂസിൽ വരുന്നത് ജയിലിൽ നിന്ന് ക്രൂരമർദ്ദനത്തിനിരയായിട്ട് തത്തേപ്പ് മരിച്ചു എന്നുള്ള ന്യൂസാണ്. നമ്മുടെ പയ്യന്മാരാണെങ്കിൽ ഭയങ്കര അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. എല്ലാം സെറ്റാണ്. നമ്മുടെ താന്തായിക്കാണ് വിഷമം. തത്തേപ്പ് എത്രത്തോളം അവനെ വെറുത്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ഇവൻ അങ്ങേര് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പം തീ പറയുന്നുണ്ട് നിനക്ക് ഞാനുണ്ട്, എപ്പോഴും കൂടെ ഉണ്ടാവുന്നു. അങ്ങനെ ഇവരും ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ടിന്നിൻ്റെയും ചാനിൻ്റെയും വെഡ്ഡിങ് ഡേ ആണ്. ടോണിൻ്റെ പാവയെ നോക്കി ഇമോഷണലായിട്ട് ടിന്നെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശി വരുന്നത്. കൊച്ചുമോനിങ്ങനെ വെഡ്ഡിങ് ഡ്രസ്സിൽ അടിപൊളിയായിട്ട് ഹാൻഡ്സ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതിൻ്റെ കൂടെ തന്നെ ഹാപ്പി ആയിട്ടുള്ള സാഡും ഉണ്ട്. മുത്തശ്ശി ഏകദേശം കരയിൽ നടക്കി നിൽക്കുന്ന കണ്ടിട്ട് ടിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കോമഡി ആയിട്ട് ഞാൻ മായൻ്റെ കൂടെ പാട്ട് പാടാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ മുത്തശ്ശി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല ക്ഷമയുണ്ടാവണം, അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് കോംപ്രമൈസിന് അവിടെ വലിയ പ്രസക്തി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ഭയങ്കര ഇമോഷണലായിട്ട് ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ടിന്ന് ശ്രദ്ധിക്കുന്നത് അവിടെ നമ്മുടെ ചാൻ ഇത് നോക്കിയിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി അവനെ അകത്തേക്ക് വിളിച്ച് ഇങ്ങനെ ചാനിനെ ഒരു കൊച്ചുമോനായിട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം തന്നെ മുത്തശ്ശിക്ക് ചാനിനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ബ്ലസ് ചെയ്യുന്നുണ്ട്. മൂന്നുപേരെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെയും നമ്മുടെ പയ്യന്മാരുടെ വെഡ്ഡിങ് നടക്കുവാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി. അങ്ങനെ മാരേജ് ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ തീയും താന്തയും ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ടി വി ഒക്കെ കണ്ട് കളിച്ച് ചിരിച്ച് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ കപ്പിളും ഹാപ്പി. നമ്മുടെ തീക്കും താന്തായിക്കും വേണ്ടിയിട്ട് തന്നെ ഒരു സീരീസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇവിടെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ നവീൻ മാത്രമാണ്. പാവ ആ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷനെ കണ്ട് ഭയങ്കരമായിട്ട് കതറി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ പയ്യന്മാരുടെ മാരേജ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റോസമായി ആണെങ്കിൽ അവരുടെ റിങ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എപ്പോൾ നടന്നു എന്നറിയത്തില്ലേലും രണ്ടുപേരും ഇങ്ങനെ റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് അടുത്ത് തന്നെ മാരേജ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആ കപ്പിളും സെറ്റ്. അങ്ങനെ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പയ്യന്മാർ രണ്ടും കൂടെ ചാൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അൺപാക്കൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ വെഡ്ഡിങ് ഫോട്ടോ ഒക്കെ വെച്ച് അത് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടിന്നിനാണെങ്കിൽ മേലുവേദന. ആൾ ഈ പെയിൻ പാച്ചസ് ഒക്കെ എടുത്ത് മെയ്ത്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് ചാൻ അവനെ നോക്കി പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം അവന്മാർ എന്തുവാടെ കാണിച്ചത് എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഇവരുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ കാണിച്ചതിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരു ക്ലയൻറ്റ് ഒരു സെലിബ്രിറ്റിയുടെ മേലെ ഒരു പെണ്ണ് റേപ്പ് ചെയ്തു എന്നുള്ള കേസ് കൊടുത്തേക്കുവാണ്. അയാളുടെ വക്കീൽ പറയുന്നത്
അങ്ങേര് റേപ്പൊന്നും ചെയ്തിട്ടില്ല. ആ പെണ്ണാണ് ഇയാളുടെ പുറകെ നടക്കുന്നത്, അവളൊരു ഫാനാണ്, ആ പെണ്ണാണ് സെലിബ്രിറ്റീനെ ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് ഉള്ളത്. എൻ്റെ ക്ലയൻറ്റ് റേപ്പൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് വക്കീൽ പറയുന്ന സമയത്ത് ആ സെലിബ്രിറ്റി ആണെങ്കിലും അത് ശരിയാണ്, എന്നെ അവളാണ് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് പറയാണ് പ്രസിഡന്റ് അടുത്ത്. അപ്പം അങ്ങോട്ടേക്ക് ഗത്തായിട്ട് ആ പെണ്ണിൻ്റെ വക്കീലവരാണ്, വേറെ ആരാ, നമ്മുടെ ചാൻ തന്നെ. അപ്പം ആ പെണ്ണിന് നീതി കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഈ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ചാൻ ആദ്യം എങ്ങനെയായിരുന്നു, തത്തീപ്പിനെ പോലെയുള്ള ഒരാളുടെ അടുത്ത് നിന്ന് കേസ് മേടിച്ച് ഭയങ്കര ഫേമസ് ആവുക, ഒരുപാട് പൈസ മേടിക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ടായിരുന്ന ആളല്ലേ. ഇപ്പം ആ പെണ്ണിനെ ഹെൽപ്പ് ചെയ്യുമ്പം നമ്മുടെ ടീനിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരു മനുഷ്യന് പെട്ടെന്ന് റോബോട്ടിനെ പോലെ എല്ലാം ഒരു നിമിഷം കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ, പതിയെ പതിയെ മാറിയാൽ മതി എന്നാണ് ടീൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ചാനിന്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം അനുസരിച്ച് ഭയങ്കര പാവാണല്ലോ, ഈ പുറമേ അല്ലേ ഭയങ്കര ക്രൂവലായിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതും. അല്ലെങ്കിൽ സമൂഹം അവനെ ക്രൂവലായിട്ട് മാറ്റിയെടുത്തതാണ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എന്തായാലും അതിൽ നിന്ന് മാറി ഇങ്ങനെ നല്ലൊരു ലോയറായിട്ട് നിൽക്കുന്നതിന് ചാനും ഭയങ്കര ഹാപ്പിയാണ്. പയ്യന്മാരെങ്ങനെ ലവ് യു ഒക്കെ പറഞ്ഞതിന് ശേഷം റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ചാനിന് ഓഫീസിൽ നിന്ന് കോൾ വരുന്നത്. നാളത്തെ കേസിന്റെ ഫയൽസ് കാണുന്നില്ലെന്ന് പറഞ്ഞ്, അത് സെക്കൻഡ് ഫ്ലോറിൽ നോക്കുക, അവിടെ നോക്കി ഇവിടെ നോക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടിന്നിനാണെങ്കിൽ ക്ഷമയില്ല, ചാനിനെ ടിക്ലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തിനിങ്ങനെ വിരലോടിച്ച് കളിക്കുകയാണ്. ഒരു 30 സെക്കൻഡ് അങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഫോൺ മേടിച്ചിട്ട് ഞാൻ ചാൻ്റെ ഹസ്ബൻഡാണ്, നാളെ വിളിക്കട്ടോ എന്ന് പറഞ്ഞ് കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. എന്നിട്ട് ചാൻ്റെ അടുത്ത് ഇന്ന് നിനക്ക് ലീവാണ്, അതുകൊണ്ട് ഓഫീസും വർക്കും ഒന്നും ഇവിടെ ഇല്ല, ഇത് ഫാമിലി ടൈം ആണെന്ന് പറഞ്ഞിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പയ്യന്മാരെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് 8ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. 8ാമത്തെ എപ്പിസോഡ് മാത്രമല്ല, ഈ ഒരു സീരീസും ഇവിടെ കഴിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസാണിത്. ഇത് കണ്ട സമയത്ത് എന്തുവാടെ ഇത് ഇറങ്ങിയപ്പോൾ തന്നെ കാണേണ്ടതായിരുന്നു, ഭയങ്കരമായിട്ട് താമസിച്ചു പോയിന്ന് ഒരു വിഷമം തോന്നിയായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സീരീസാണ്, നല്ലൊരു സ്റ്റോറി ഉണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്, നല്ലൊരു സീരീസാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ സീരീസിൽ ആരെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, അത് എന്ത് റീസൺ കൊണ്ടാണെന്നും കൂടെ പറയുകയാണെങ്കിൽ വലിയ സന്തോഷം.